വാൽമീകി ഗോകുലത്തിന് നമസ്കാരം. കർക്കിടകം 1-ാം തീയതി മുതൽ അത് അവസാനിക്കുന്നത് വരെ കേരളീയർ എത്രയോ കാലമായി രാമായണം പാരായണം ചെയ്യുന്നു. ആ പാരായണം ചെയ്യുന്നത് അധ്യാത്മരാമായണമാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയത്. നമ്മളത് ഭക്തിപൂർവം അനേക വർഷങ്ങളായി പാരായണം ചെയ്യുമ്പോൾ നമ്മളിലേക്ക് പ്രവേശിക്കുന്ന ഭക്തിയുടെ സംസ്കാരവും കാവ്യ സംസ്കാരവും ഉണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കൃതി വളരെയധികം പ്രതിജ്ഞാബദ്ധതയോടെ വളരെ ചിട്ടയോടെ ഇങ്ങനെ പാരായണം ചെയ്യപ്പെടുന്നുണ്ടോ എന്നത് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് പരിചയമില്ല ഇതുവരെ. നമ്മളെ സംബന്ധിച്ച് മാറി നിന്ന് ആലോചിച്ചു നോക്കിയാൽ ഇതൊരു വലിയ അത്ഭുതമാണ്. അതൊരു ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ കൃതി എന്ന നിലയിൽ മാത്രമല്ല, മലയാളത്തിൻ്റെ അസ്ഥിവാരം ഉറപ്പിച്ച ഏറ്റവും മഹത്തായിട്ടുള്ള കാവ്യകൃതി എന്നുകൂടി നമ്മൾ അതിനെ പറയണം. അതിനെയാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. അത് പാരായണം ചെയ്യുന്നത് വഴി മലയാളിക്ക് സിദ്ധമായത് അനേക വർഷങ്ങളിലൂടെ നമ്മൾ സമാർജിച്ച ഭാഷാബോധം, നമ്മളുടെ ഉച്ചാരണശുദ്ധി, നമ്മളുടെ കാവ്യബോധം, നമുക്ക് സമ്പുഷ്ടമായ വിവേകം, ഇങ്ങനെ പലതും ആ കൃതി സമ്മാനിച്ചു. എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന കാലഘട്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് മാറി നിന്ന് പരിശോധിക്കുമ്പോൾ അത് അങ്ങേയറ്റം കലുഷിതമായ ഒരു കാലമായിരുന്നു. കേരളം പല നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുകയും ആ നാട്ടുരാജാക്കന്മാർക്ക് പകരം അവിടുത്തെ ഇടപ്രഭുക്കന്മാർ ആയുധ സംഭരണം നടത്തുകയും പടയാളികളെ സംഭരിക്കുകയും ചെയ്യുന്ന ഒരു കാലം. അപ്പോൾ നാട്ടുരാജാക്കന്മാർക്കെല്ലാം ഓരോ ഇടപ്രഭുക്കന്മാർ സൈന്യങ്ങളെ സംഭാവന ചെയ്യുന്നു. അവരിലൂടെ വലിയ കലാപങ്ങൾ ഉണ്ടാകുന്നു, ആഭ്യന്തരമായ അസ്ഥിരത ഉണ്ടാകുന്നു, ജനങ്ങൾ കൊള്ളയടിക്കുന്നു, കൊള്ളിവെക്കുന്നു, സ്ത്രീകളെ ബഹുമാനിക്കാതെയാവുന്നു, വലിയ തരത്തിലുള്ള സുഖലോലുപത ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു കാലം. ഇത് ചരിത്രത്തിൻ്റെ വലിയ ദീർഘമായ ഒരു കാലവുമായി താരതമ്യപ്പെടുത്തിയാൽ നമ്മളിൽ നിന്ന് അധികം അകലെയല്ല എന്നുകൂടി നമ്മൾ കാണണം. ഈ കാലത്തിൽ നിന്നാണ് എഴുത്തച്ഛൻ എന്ന എഴുത്തുകാരൻ്റെ ഉദയം. അത് അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ പരിണതഫലം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് അയച്ചു എന്നാണ് ഐതിഹ്യം. അങ്ങനെ സഞ്ചരിച്ചു പോയി തമിഴ്നാട്ടിൽ, കർണാടകത്തിൽ, ആന്ധ്രാപ്രദേശിലൊക്കെ പോയിട്ട്, ഇതിനൊന്നും ഇന്ന് നമ്മൾ വിളിക്കുന്ന പേരുകളല്ല അന്നുള്ളത്. അവിടെ നിന്നെല്ലാം അദ്ദേഹം ഭാഷയുടെയും ജീവിതത്തിൻ്റെയും ഒക്കെ സംസ്കാരം ഉൾക്കൊണ്ട് തിരിച്ചു വരുമ്പോൾ അധ്യാത്മരാമായണമെന്ന സംസ്കൃതത്തിലുള്ള കൃതിയുടെ കൂടി സത്തയാണ് കൊണ്ടുപോരുന്നത്. അതാണ് പിന്നീട് പരിഭാഷപ്പെടുത്തുന്നത്. ഇതിനെക്കുറിച്ച് വളരെ രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. അമ്പലപ്പുഴ രാജാവിൻ്റെ കയ്യിൽ അധ്യാത്മരാമായണത്തിൻ്റെ ഒരു തെലുങ്ക് പതിപ്പ് കിട്ടിയത്രേ. ഈ തെലുങ്ക് പതിപ്പ് കിട്ടിയപ്പോൾ അത് വായിപ്പിക്കുന്നത് ആരെക്കൊണ്ടാവണം എന്ന് അദ്ദേഹം അമ്പരന്നു. അപ്പോൾ മേൽപ്പുത്തൂർ ഭട്ടതിരിയാണത്രേ ഉപദേശിച്ചത്, തുഞ്ചത്ത് എഴുത്തച്ഛന് ഈ ഭാഷ വശമുണ്ട്, തെലുഗു വശമുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ച് വായിപ്പിക്കണമെന്ന്. അങ്ങനെ തുഞ്ചത്ത് എഴുത്തച്ഛനെ അമ്പലപ്പുഴയ്ക്ക് വരുത്തിയെന്നും അവിടെ വച്ച് അദ്ദേഹം ഈ തെലുങ്ക് അധ്യാത്മരാമായണം വായിക്കുന്നതിനോടൊപ്പം അതിന് സമാന്തരമായി മലയാളം കൂടി എഴുതിപ്പോയി എന്നും ഒരു ഐതിഹ്യമുണ്ട്. പാടിപ്പോയി എന്ന് വേണം പറയാൻ. കാരണം കാവ്യം സുഗേയം കഥ രാഘവീയം എന്നാണ് പറയുക. കാവ്യം സുഗേയമാണ്, നന്നായി ആലപിക്കാവുന്നത്. അധ്യാത്മരാമായണത്തിൻ്റെയും അതിനോടനുബന്ധിച്ചോ അതിനു മുമ്പോ അതിന് ശേഷമോ വന്ന എല്ലാ കൃതികൾക്കും ബാധകമായിട്ടുള്ളൊരു വിശേഷണമാണ് അത് സുഗേയം, നന്നായി ആലപിക്കാവുന്നത്. ആ തരത്തിൽ നന്നായി ആലപിക്കാവുന്ന ഒരു കൃതി എന്ന നിലയിൽ കൂടി അത് വളരെ പ്രസക്തമായി തീർന്നു. മലയാളികൾ അതിനെ അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും അവരുടെ ജീവിതത്തിൽ അതിനെ ഉൾക്കൊള്ളുകയും നമ്മളുടെ സംസ്കാരത്തിൻ്റെ സത്തയായി അതിനെ മനസ്സിലാക്കുകയും നമ്മളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്തു. എഴുത്തച്ഛൻ്റെ തന്നെ മഹാഭാരതം കേരളത്തിലെ വീടുകളിൽ അങ്ങനെ പാരായണം ചെയ്യപ്പെട്ടില്ല. അതിൻ്റെ കാരണമായി പറയുന്നത്, മഹാഭാരതം എന്നത് സഹോദരന്മാർ തമ്മിലുള്ള വലിയ ഒരു കലഹത്തിൻ്റെ കഥ പറയുന്നതായതുകൊണ്ട് മഹാഭാരതം നിത്യേന വായിച്ചാൽ വീട്ടിൽ കലഹമുണ്ടാകും, അതുകൊണ്ട് അത് വായിക്കരുത് എന്നൊരു വിലക്കുണ്ടായിരുന്നു എന്നാണ്. ആ വിലക്ക് എത്രമാത്രം പ്രസക്തമായിരുന്നു എന്ന് നമുക്കറിയില്ല. നമ്മൾ ഇതുപോലെയുള്ള ചിലപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ എന്ത് യുക്തിരഹിതം എന്ന് തോന്നുന്ന അനേകം വിശ്വാസങ്ങളിലാണ് നമ്മുടെ ജീവിതത്തെ നമ്മുടെ സമൂഹം ഉറപ്പിച്ചിരിക്കുന്നത്. അതിവിടെ മാത്രമല്ല കേട്ടോ, ലോകത്തെല്ലാ സ്ഥലത്തും ആ തരത്തിലൊരു വിശ്വാസം നിലവിലുണ്ടായിരിക്കെ അധ്യാത്മരാമായണം എല്ലാ സ്ഥലത്തും നിത്യപാരായണത്തിന് വിധേയമായി. അതങ്ങനെ നിരന്തരം നമ്മൾ പാരായണം ചെയ്യാൻ ആരംഭിച്ചു.
നമ്മളുടെ ജനനത്തിൽ, നമ്മളുടെ മരണത്തിൽ, നമ്മളുടെ മംഗളകർമ്മങ്ങളിലെല്ലാം അധ്യാത്മരാമായണം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. ഭാവി ഫലം അറിയാൻ അധ്യാത്മരാമായണം പകുത്തു നോക്കി അതിൽ 7 വരിയും 7 അക്ഷരവും തള്ളിയിട്ട് നമ്മളുടെ ഭാവി ഫലം അറിയാൻ കൂടി ഇതുപയോഗിച്ചു. ഇത് നമ്മളുടെ ഭാവിയെ, നമ്മളുടെ ജീവിതത്തെ പ്രവചന സ്വഭാവത്തോടുകൂടി അടക്കം ചെയ്ത ഗ്രന്ഥമാണ് എന്നുകൂടി മലയാളി അതേക്കുറിച്ച് വിശ്വസിച്ചു. ആ തരത്തിൽ നമ്മളിപ്പോൾ നിത്യപാരായണത്തിന് വിധേയമാക്കുന്നു രാമായണത്തെ എല്ലാ കാലത്തും. ഇപ്പോൾ നമ്മൾ കാലം കഴിയുന്തോറും രാമായണത്തിൻ്റെ ആ തരത്തിലുള്ള പ്രാധാന്യം വർദ്ധിച്ചു വരുന്നു. അധ്യാത്മരാമായണത്തിന് എത്ര പതിപ്പുകളാണ് ഓരോ വർഷവും പുറത്തിറങ്ങുന്നത്. എന്തുമാത്രം പരസ്യമാണ് അധ്യാത്മരാമായണം നിങ്ങൾ വായിക്കൂ, അതിന് പലതരത്തിലുള്ള പതിപ്പുകളുണ്ട് എന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അധ്യാത്മരാമായണം നമ്മൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ഔത്സുക്യത്തോടെ, ഭക്തിയോടെ, സ്നേഹത്തോടെ, അതിനെക്കുറിച്ചുള്ള വിമർശന ബുദ്ധിയോടെ വായിച്ചു വരുന്നു. രാമായണത്തിൻ്റെ വായന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഇനിയും നമ്മളുടെ ജീവിതത്തിൻ്റെ, നമ്മളുടെ ബോധത്തിൻ്റെ ഉത്കർഷത്തിന് സഹായിക്കും എന്നതിനാൽ നമുക്ക് ഇനിയും വായിച്ചുകൊണ്ടേ ഇരിക്കാം. നമുക്ക് നമ്മളുടെ ജീവിതത്തെ, ഭാരതത്തിൻ്റെ ജീവിതത്തെ നിർണയിച്ച മഹാപ്രതിഭകൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം, അത് വാൽമീകിയും വ്യാസനുമാണ് എന്ന് നമുക്ക് പറയാം. നമുക്ക് അതിനു മുമ്പ് വേദങ്ങളുണ്ട്. നമുക്ക് ഇതിഹാസങ്ങൾക്ക് മുമ്പേ വേദങ്ങളുണ്ട്. വേദങ്ങൾ അപൗരുഷേയങ്ങളാണെന്നാണ് പറയുക. അത് പറഞ്ഞത് ആരാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്ത വിധത്തിൽ മന്ത്രദ്രഷ്ടാക്കളായിട്ടുള്ള മഹർഷിമാർക്ക് അത് സ്വാഭാവികമായി അവരുടെ മനസ്സിലേക്ക് ഉദിച്ചു വന്നിട്ട് അത് അവരുടെ അബോധത്തിൽ നിന്ന് ഉണർന്ന് നമ്മളിലേക്ക് പ്രവേശിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ ആ മന്ത്രങ്ങൾ, നമ്മൾ അതിൻ്റെ മന്ത്രത്തിൻ്റെ വക്താവിന്നാരാണ് എന്നല്ലാതെ അതിൻ്റെ പ്രോക്താവാരാണ് എന്ന കാര്യത്തിൽ നമ്മൾ അന്വേഷിക്കാറില്ല. കാരണം അതങ്ങനെ താനേ ഉണ്ടായി വരുന്നതാണ്. വേദങ്ങൾക്ക് പിന്നാലെ ഉപനിഷത്തുകൾ ഉണ്ടാവുകയും ഉപനിഷത്തുകൾ വേദങ്ങളുടെ വ്യാഖ്യാനമായി തീരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവയെ നമ്മളുടെ സാമൂഹിക ജീവിതവുമായി, നമ്മളുടെ സാധാരണ ജീവിതവുമായി, മനുഷ്യൻ്റെ വൈകാരിക തലവുമായി ബന്ധപ്പെടുത്തി നമ്മളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ള ആദ്യത്തെ 2 മഹത്തായിട്ടുള്ള കൃതികൾ രാമായണവും മഹാഭാരതവുമാണ്. നമ്മൾ വിശ്വസിക്കുന്നത് വാൽമീകിയാണ് ആദി കവി എന്നാണ്. രാമായണത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായ പഠനം നടത്തിയിട്ടുള്ളവരിൽ ഒരാൾ ഇന്ത്യക്കാരനല്ല, ഫാദർ കാമിൽ ബുൽക്കെ എന്നയാളാണ്. അദ്ദേഹം രാമകഥ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അദ്ദേഹം ആ പഠനം നടത്തുമ്പോൾ അദ്ദേഹം പറയും, ഒരുപക്ഷെ വാൽമീകിക്ക് മുമ്പും രാമകഥ ഉണ്ടായിരിക്കാം. വേദങ്ങളിൽ പല സ്ഥലത്തും രാമനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതൊക്കെ പക്ഷേ അയോധ്യയിലെ നമ്മൾ കാണുന്ന രാമനാണോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. പക്ഷേ വാൽമീകി എന്ന കവി ശ്രീരാമൻ്റെ കഥ പറയുകയും ശ്രീരാമൻ്റെ ജീവിതത്തിൻ്റെ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണം വരെയുള്ള കഥ നമ്മളോട് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു ആദിമധ്യാന്ത പൊരുത്തമുള്ള മഹാജീവിതഗാഥയായി നമ്മളുടെ മുന്നിലെത്തുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും നമ്മളുടെ ഉള്ളിലുള്ള ചോദ്യം, ആരാണ് ഈ വാൽമീകി എന്നാണ്. നമ്മളുടെ എല്ലാം മുന്നിൽ അദ്ദേഹത്തെക്കുറിച്ച് നിരവധി കഥകൾ. ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളുകളിൽ ഒരുപാട് പേർക്ക് അക്ഷരം അറിഞ്ഞുകൂടായിരുന്നു. ഇന്ത്യയിലെ പുരാതന ജീവിതം നയിച്ചിരുന്ന ആളുകളിൽ പലർക്കും അക്ഷരം അറിഞ്ഞുകൂടായിരുന്നു. അവർക്ക് അക്ഷരം പഠിക്കാനുള്ള അർഹത ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല തരത്തിൽ. പക്ഷേ എല്ലാവരിലും രാമായണം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് എല്ലാവരിലേക്കും ഈ രാമായണം എത്തിയത്? എല്ലാവരിലേക്കും രാമായണം എത്തിയത് കാറ്റും വെളിച്ചവും എത്തുന്നത് പോലെയാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നാണ് രാമായണവും മഹാഭാരതവും നമ്മൾ കാണുന്ന കാവ്യങ്ങളും ഇതിഹാസങ്ങളും എല്ലാം എത്തിച്ചേരുന്നത്. വാൽമീകി എന്ന ഒരാളുണ്ടായിരുന്നു, ഒരു കവി ഉണ്ടായിരുന്നു. ആ കവി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ നമ്മളുടെ മുമ്പിൽ തമസാ നദിയുടെ തീരത്തുണ്ടായിട്ടുള്ള വലിയ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള സംഭവം നമുക്കറിയാം. വാൽമീകിയുടെ പൂർവ്വവൃത്താന്തം എന്ത് എന്ന് വാൽമീകി രാമായണം പറയുന്നില്ല. വാൽമീകി രാമായണത്തിൽ ചില സ്ഥലങ്ങളിൽ വാൽമീകി പ്രത്യക്ഷപ്പെടുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ വാൽമീകിയെ തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഷകളിൽ വിവിധ തരം രാമായണങ്ങളുണ്ടായി. കേരളത്തിൽ അധ്യാത്മരാമായണം എഴുത്തച്ഛൻ എഴുതി. അതിനു മുമ്പ് തന്നെ കണ്ണശ രാമായണം ഉണ്ടായി. നമ്മളുടെ കോവളം കവികളിൽ നിന്ന് രാമായണം ഉണ്ടായിട്ടുണ്ട്. രാമകഥ പാട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ പലതരത്തിൽ രാമകഥകൾ എഴുത്തച്ഛന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായിട്ടുള്ള പല കഥകൾ പല ഭാഷകളിൽ പല രീതിയിലുണ്ടായിട്ടുള്ള കഥകളിലൊക്കെ ചിലയിടത്തെല്ലാം വാൽമീകി എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് കഥ പറയുന്നുണ്ട്. കൃത്തിവാസ രാമായണത്തിൽ അങ്ങനെ ഒരു കഥയുണ്ട്. കമ്പരാമായണം പോലെയുള്ള കൃതികളിൽ അത്തരം കഥയുണ്ട്. പക്ഷേ നമ്മളുടെ വാൽമീകി രാമായണത്തിൽ അതിനുള്ള ഒരു കഥയില്ല, വാൽമീകി എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച്.
അത്തരമൊരു കഥ നമ്മളോട് പറയുന്നത് എഴുത്തച്ഛനാണ്. അത് വാൽമീകി തന്നെ ശ്രീരാമനോട് പറയുന്നതായിട്ടാണ്. ശ്രീരാമൻ്റെ വനവാസം ആരംഭിക്കുന്ന ആദ്യഘട്ടത്തിൽ വാൽമീകി ശ്രീരാമനെ സന്ദർശിക്കുകയും ശ്രീരാമനെ സന്ദർശിക്കുമ്പോൾ ശ്രീരാമൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങയുടെ പേരിൽ നിന്നാണ് എനിക്ക് ഈ മോക്ഷമുണ്ടായത് എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആ കഥ പറയുന്നത്. വനത്തിലൊക്കെ അലഞ്ഞു നടന്നിരുന്ന രത്നാകരൻ എന്ന ഒരു രാക്ഷസനായിരുന്നു അദ്ദേഹം എന്നാണ്. ആ പേരിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് വലിയ ഒരു ധ്വനി. രത്നമടക്കം ചെയ്തിരുന്ന ആളാണ് അദ്ദേഹം. കാട്ടാളനായി സഞ്ചരിക്കുമ്പോഴും ഏത് കാട്ടാളത്തം നമ്മളുടെ ഉള്ളിലുള്ളപ്പോഴും അതിനകത്ത് നമ്മൾക്ക് വിമോചനത്തിനുള്ള, നമ്മളുടെ ബോധോദയത്തിനുള്ള, നമുക്ക് സ്വയം വിമലീകരിക്കാനുള്ള രത്നങ്ങൾ നമ്മളുടെ ഉള്ളിൽ അടക്കം ചെയ്തിട്ടുണ്ടെന്നാണ് ആ പേര് നമ്മളെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു കാട്ടാളനായിരിക്കുമ്പോൾ അദ്ദേഹം സപ്തർഷികളെ വഴിയിൽ തടഞ്ഞുവെന്നും ആ സപ്തർഷികൾ അദ്ദേഹത്തോട് നീ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലമൊക്കെ നിൻ്റെ കുടുംബത്തിലുള്ളവർ പങ്കുവയ്ക്കുമോ എന്ന് ചോദിച്ചുവെന്നും അദ്ദേഹം അത് പോയി ഈ രത്നാകരൻ എന്ന കാട്ടാളൻ പോയി ചോദിച്ചു ഭാര്യയോടൊക്കെ, നിങ്ങളെൻ്റെ ഈ പാപത്തിൻ്റെ പങ്ക് ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതില്ല, ഞങ്ങളെ പുലർത്തേണ്ടത് നിങ്ങളുടെ ധർമ്മമാണ്, അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്നു, പക്ഷേ അതിൽ പാപമുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾ തന്നെ വേണം അനുഭവിക്കാൻ എന്ന് പറഞ്ഞുവെന്നും അത് മഹർഷിമാരോട് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് അവർ നൽകിയ ഉപദേശമനുസരിച്ച് അദ്ദേഹം ദീർഘകാലം, വർഷങ്ങളോളം, 1000 ആണ്ടുകൾ അദ്ദേഹം തപസ്സിലിരുന്നുവെന്നും അദ്ദേഹത്തെ ഒരു വൽമീകം വന്ന് മൂടിയെന്നും ആ വൽമീകത്തിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് അദ്ദേഹം, ചിതൽപുറ്റാണ് വൽമീകം, ആ ചിതൽപുറ്റിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അദ്ദേഹം വാൽമീകിയായി എന്നുമാണ്. ആന്തരധ്യാനമാണ്, അനേക കാലം നീണ്ടു നിൽക്കുന്ന ആന്തരധ്യാനം. ജീവിതത്തിൻ്റെ തിരിച്ചറിവുകളിൽ നമുക്കുണ്ടാകുന്ന അത്തരം അഗാധമായ നമ്മളുടെ അന്വേഷണത്തിൻ്റെ, അവനവനെ അന്വേഷിക്കലിൻ്റെ ഫലമായിട്ടാണ് നമ്മളിൽ നിന്ന് ബോധമുണ്ടാകുന്നത്, അത്തരം ബോധോദയം ഉണ്ടാകുന്നത്. വാൽമീകിയിൽ അങ്ങനെ ബോധോദയം ഉണ്ടാകുന്നു. ആ ബോധോദയം ഉണ്ടാകുമ്പോൾ കാട്ടാളനിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിവർത്തനമാണ്. എന്താണ് കാട്ടാളൻ്റെ പ്രത്യേകത? കാട്ടാളൻ വേട്ടക്കാരനാണ്. വേട്ടക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയാളുടെ മുന്നിൽ വരുന്നത് തൻ്റെ ഇരയാണോ എന്ന് മാത്രം അയാൾക്ക് പരിശോധിച്ചാൽ മതി, മറ്റൊന്നും അയാൾ പരിശോധിക്കേണ്ടതില്ല. അതുകൊണ്ടല്ലോ കുമാരനാശാൻ പറഞ്ഞത്, വ്യാപാരമേ ഹനനമാം വനവേടനുണ്ടോ വ്യാപന്നമായി കഴുകനെന്ന് കബോധമെന്നും എന്ന് പറഞ്ഞത്. അയാളുടെ മുന്നിൽ വരുന്നത് പ്രാവാണോ പരുന്താണോ എന്ന് നോക്കേണ്ടതില്ല, എനിക്കത് കൊല്ലാൻ പര്യാപ്തമാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതിൽ നിന്ന് മനുഷ്യനാവാനുള്ള വലിയ പരിവർത്തനമാണ് വാൽമീകി എന്ന നിലയിൽ സംഭവിക്കുന്നത്, കാട്ടാളനിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം തമസാ നദിയുടെ തീരത്ത് സഞ്ചരിക്കുമ്പോൾ ഇണചേർന്നിരുന്ന 2 ക്രൗഞ്ചപ്പക്ഷികളിൽ ഒന്നിനെ ഒരു വേടൻ അമ്പെയ്ത് വീഴ്ത്തിയത്, ആൺപക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തിയത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ശോകം ശ്ലോകമായി പിറന്നത്. മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാഹ യത് ക്രൗഞ്ചമിഥുനാദേകമവധി കാമമോഹിതം. കാമമോഹിതങ്ങളായിരിക്കുന്ന ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയ അല്ലയോ നിഷാദ, അല്ലയോ വേട, നിനക്ക് സമീപകാലത്ത് തന്നെ അന്ത്യമുണ്ടാകട്ടെ എന്നോ മൃത്യു ഉണ്ടാകട്ടെ എന്നോ നിനക്ക് സമാധാനം ഉണ്ടാകാതെ പോകട്ടെ എന്നോ പലതരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള ആ ശ്ലോകമുണ്ടാകുന്നത്. അത് മനുഷ്യൻ്റെ പരിവർത്തനമാണ്. മനുഷ്യൻ ആ തരത്തിൽ അങ്ങനെ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് താനേ കവിത പിറക്കുന്ന വളരെ ദുഃഖപൂർണമായ മുഹൂർത്തത്തിലാണ് മനുഷ്യൻ ശരിക്കും വലിയവനായി തീർന്നത്, മനുഷ്യനായി തീർന്നത്, സഹാനുഭൂതിയുള്ളവനായി തീർന്നത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വാൽമീകിയുടെ ഈ ജന്മകഥ. ജീവിതത്തെ നമുക്ക് അടുത്തു നിന്നും അകന്നു നിന്നും കാണാം. ജീവിതത്തെ അടുത്തു നിന്ന് കാണുകയും ആഴത്തിൽ കാണുകയും ചെയ്യുന്നവരെയാണ് നമ്മൾ ക്രാന്തദർശികൾ എന്ന് പറയുന്നത്. ആ തരത്തിൽ ക്രാന്തദർശിയായിട്ടുള്ള ആളുകളാണ് പുരാതന ഭാരതീയരുടെ ദൃഷ്ടിയിൽ കവികൾ അങ്ങനെ ക്രാന്തദർശികളാണ്. വാൽമീകി എന്ന കവി ക്രാന്തദർശിയാണ്. ക്രാന്തദർശിയാവാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അടങ്ങാത്ത ഒരലയാഴി ഉണ്ടായിരുന്നു, സങ്കടത്തിൻ്റെ ഒരലയാഴി. എങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ ജീവിതം ഏറ്റവും മാതൃകാപൂർണമാക്കി തീർക്കുക എന്ന ചിന്ത. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ട് ഈ കാവ്യബോധം ഉണ്ടായി കഴിഞ്ഞപ്പോൾ, ഈ 4 വരി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിച്ചത്, ആദ്യത്തെ 4 വരി ഉണ്ടായി ആദ്യമായിട്ട് അദ്ദേഹത്തിൽ വന്ന ചിന്ത ഇതെങ്ങനെ തന്ത്രിലയ സമന്വിതമായിരിക്കുന്നു എന്നാണ്. ഏതോ ഒരു തന്ത്രിവാദ്യത്തിൽ വിരൽ തൊടുമ്പോൾ ഉണ്ടാകുന്നത് പോലെ എങ്ങനെയാണ് ഇതിനൊരു സംഗീതമുണ്ടായത്? എന്തുകൊണ്ടാണ് ഇതിലെ വരികൾ തമ്മിൽ തുല്യത ഉണ്ടാകുന്നത്, പരസ്പര ബന്ധമുണ്ടാകുന്നത്, അത് അക്ഷരസമമായിരിക്കുന്നത്? ഒരു വരിയിൽ 8 അക്ഷരം വീതമുള്ള അനുഷ്ടുപ്പ് എന്ന് പറയുന്ന വൃത്തത്തിലാണല്ലോ അതുണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആയിരിക്കുന്നത് എന്ന് ആദ്യം ഉണ്ടാവുന്നു.
അത് മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള, ഏറ്റവും പുരാതനമായിട്ടുള്ള ആധികളിലൊന്നാണ്. എന്നിൽ എങ്ങനെയാണ് ഈ സൃഷ്ടിന്മുഖത പിറക്കുന്നത് എന്നതാണ് വാൽമീകിയുടെ ആദ്യത്തെ ആധി. അതുണ്ടായി കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനുഷ്യഗാഥ രചിക്കണമെന്നാണ്. നാരദനെ കാണുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് കോന്വസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കശ്ച വീര്യവാൻ കൃതജ്ഞൻ ധർമ്മനിരതൻ, ഇങ്ങനെ കുറേയേറെ ഗുണങ്ങൾ, അദ്ദേഹം ഏതാണ്ട് 66ഓളം ഗുണങ്ങളുള്ള മനുഷ്യൻ എവിടെയെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരാളുടെ ഗാഥ എഴുതണം എന്നാണ്. അപ്പോഴാണ് നാരദൻ പറയുന്നത്, നിനക്കത് എഴുതാൻ, നിനക്ക് ഇക്ഷ്വാകു വംശപ്രഭവോ രാമോ നാമ ജനൈശ്രുത, ഇക്ഷ്വാകു വംശപ്രഭവനായിട്ടുള്ള, ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച രാമനെന്ന് ജനങ്ങളാൽ കീർത്തി കേട്ട ഒരാൾ, അയാൾ പ്രജകളെ രമിപ്പിക്കുന്നവനാണ്, അയാൾ രാമനാണ്, അങ്ങനെ ഒരാളെക്കുറിച്ച് നീ കഥ എഴുതണം എന്ന് പറഞ്ഞിട്ട് നാരദൻ അദ്ദേഹത്തിന് സംക്ഷിപ്തമായിട്ട് രാമായണം മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിനെ നാരദ രാമായണം എന്ന് വിളിക്കാവുന്ന തരത്തിൽ അദ്ദേഹം ആ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോഴും നമ്മളുടെ നോവൽ എഴുതുന്ന ആളുകൾക്കോ നമ്മളിപ്പോൾ കാവ്യം എഴുതുന്ന ആളുകൾക്കോ ആ ധൈര്യം ഉണ്ടാവണമെന്നില്ല. നമ്മൾ പറയാൻ പോകുന്ന കഥയുടെ മുഴുവൻ ഒരു സംക്ഷിപ്ത രൂപം ആദ്യം പറഞ്ഞ ശേഷം ആ കഥയിലേക്ക് പ്രവേശിക്കുക. നമ്മളൊക്കെ ക്ലൈമാക്സ് കാത്തിരിക്കുന്ന ആളുകളല്ലേ, നമ്മളൊക്കെ ട്വിസ്റ്റ് കാത്തിരിക്കുന്ന ആളുകളല്ലേ. ഇനി എപ്പോഴാണ് ട്വിസ്റ്റ് വരിക എന്നതാണല്ലോ നമ്മളുടെ ഏറ്റവും വലിയ ഉത്കണ്ഠ. അപ്പോൾ വാൽമീകി ആ കഥ മുഴുവൻ ആദ്യം പറഞ്ഞ ശേഷമാണ് അത് ആരംഭിക്കുന്നത്. അദ്ദേഹത്തോട് പിന്നെ ബ്രഹ്മാവ് അതിനുവേണ്ട ഉപദേശം നൽകുകയും ചെയ്യുന്നു. എന്നിട്ടാണ് ആ കഥ എഴുതുന്നത്. വാൽമീകി രാമായണ കഥ എഴുതുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതൊരു വലിയ വേദനയുടെ പിന്നിലാണ് അത് എഴുതുന്നത്. വാൽമീകി തൻ്റെ ആശ്രമത്തിൽ, തമസാ നദിയുടെ തീരത്താണ് ആശ്രമം. തമസാ നദി ഗംഗയുടെ ഒരു കൈവഴിയാണെന്നും അതല്ല യമുനയുടെ തീരത്താണെന്നും ഒക്കെ നമുക്ക് ധാരാളം തർക്കങ്ങളുണ്ട്, ഭിന്നാഭിപ്രായങ്ങളുണ്ട്. നമുക്ക് ഈ പുരാതന കാലത്തെ എഴുത്തുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരെ രേഖപ്പെടുത്തുന്നതൊന്നും പറഞ്ഞു വെച്ചില്ല എന്നുള്ളതാണ്. വാൽമീകി എന്ന് പറഞ്ഞതല്ലാതെ ഞാൻ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നയാളും എൻ്റെ വിലാസം ഇന്നതുമാണ് എന്നല്ല പറഞ്ഞത്. നമ്മൾ ആധുനിക കാലത്ത് എഴുത്തുകാരനാണ് ഏറ്റവും പ്രധാനം, കൃതി രണ്ടാമതാണ് എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പിൽക്കാലത്ത് പോയിട്ടുണ്ട്. പക്ഷേ വാൽമീകിയെപ്പോലെയുള്ള എഴുത്തുകാരും അങ്ങനെ കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വാൽമീകിയുടെ താമസം തമസാ തീരത്താണ് എന്ന് രാമായണം പറയുന്നത് വിശ്വസിക്കുകയേ മാർഗമുള്ളൂ. അത് നമുക്ക് വിശ്വസിക്കുക തന്നെ ചെയ്യാം. അപ്പോൾ അവിടെ താമസിക്കുമ്പോൾ അദ്ദേഹത്തോട് ശിഷ്യന്മാർ വന്ന് പറയുകയാണ്, രാത്രിയിൽ വനത്തിൽ നിന്ന് ഒരു സ്ത്രീയുടെ നിലവിളി കേൾക്കുന്നുവെന്ന്. ആ സ്ത്രീയുടെ നിലവിളി കേട്ട് അദ്ദേഹം അന്വേഷിച്ചു പോവുകയാണ്. ആ അന്വേഷിച്ചു പോകുമ്പോൾ അദ്ദേഹം കാണുന്നത് പൂർണ്ണഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ വനത്തിലിരുന്ന് നിലവിളിക്കുന്നതാണ്. ആ വനത്തിലിരുന്നുള്ള അവരുടെ നിലവിളിയിൽ നിന്നാണ് അദ്ദേഹം രാമായണത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവരോട് ചെല്ലുമ്പോൾ അവർ പറയുന്നത്, ഞാൻ ജനകൻ്റെ മകൾ സീതയാണെന്നാണ്. ഞാൻ രാമൻ്റെ ഭാര്യ സീതയാണെന്നല്ല പറയുന്നത്, ഞാൻ ജനകൻ്റെ മകൾ സീതയാണെന്നാണ്. ആ ജനകൻ്റെ മകൾ സീതയെ വിളിച്ച് ആശ്രമത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കാവ്യരചന പൂർത്തിയാവുന്നത്. ആ കാവ്യരചന പൂർത്തിയാവുമ്പോൾ നമ്മളുടെ നാട്ടിൽ പഴയകാല കാവ്യങ്ങളൊന്നും ആളുകൾ എഴുതിയല്ല പ്രചരിപ്പിച്ചത്. നമ്മൾ കാവ്യം എഴുതി എന്നാണ് പറയുന്നതെങ്കിലും എഴുതിയല്ല പ്രചരിപ്പിച്ചത്. ഇതെല്ലാം അവരുടെ ഉള്ളിലേക്ക് ഭാഷയുടെ സവിശേഷമായ അതിൻ്റെ രൂപകൽപ്പനയോടുകൂടി അത് അകത്തേക്ക് ആവിർഭവിക്കുകയാണ് ചെയ്തത്. അത് അന്തരാത്മാവിൽ പ്രവേശിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ ഉറച്ചതൊക്കെ അവർ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുകയും അയാളുടെ ഉള്ളിൽ അത് ആലേഖനം ചെയ്യപ്പെടുകയുമാണ് ചെയ്തത്. അത് ആലേഖനം ചെയ്യപ്പെട്ടിട്ട് അതിൽ നിന്നാണ് വീണ്ടും കാവ്യം പുറത്തേക്ക് വരുന്നത്. വാൽമീകി ചെയ്യുന്നത് കുശലവന്മാർ എന്ന 2 പേർക്ക് ഈ കാവ്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ കാവ്യം പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരാണത് ഗ്രാമഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലും പാടിയിട്ട് ഇത് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയാണ് ശ്രീരാമൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ശ്രീരാമൻ ഇത് കാണുകയും ചെയ്യുന്നത്. ഈ നിലവിളിക്ക് പിന്നാലെ ചെന്ന കവിയായതുകൊണ്ടാണ് കാളിദാസൻ അദ്ദേഹത്തെ രുദിതാനുസാരി എന്ന് വിളിച്ചത്. രഘുവംശത്തിൽ രാമൻ്റെ കഥ പറയുമ്പോൾ വാൽമീകിയെ കാളിദാസൻ വിശേഷിപ്പിക്കുന്നത് രുദിതാനുസാരി എന്നാണ്. ONV സാറൊക്കെ അത് എല്ലാ സമയത്തും അത് ആവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ രോദനത്തിന് പിന്നാലെ ചെല്ലുന്നവൻ, നിലവിളിയുടെ പിന്നാലെ ചെല്ലുന്നവൻ, അദ്ദേഹം ഒരു നിലവിളിയുടെ പിന്നാലെ ചെന്നയാളാണ്. അത് സീതയുടെ വിലാപമായിരുന്നു. അത് സീതയുടെ മാത്രം വിലാപമല്ല. രാമായണം എഴുതുമ്പോൾ മനുഷ്യാത്മാവിൻ്റെ മുഴുവൻ വിലാപങ്ങൾക്ക് പരിഹാരമാവണം എന്നാണ് ഈ ഇതിഹാസകാരന്മാർ വിചാരിച്ചത്. അത് വാൽമീകിയാണെങ്കിലും വ്യാസനാണെങ്കിലും അവർ വിചാരിച്ചത് തങ്ങൾ ഈ എഴുതുന്ന മഹത്തായിട്ടുള്ള മനുഷ്യഗാഥയിൽ നിന്ന് എല്ലാ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിന് വിമോചനകരമായിട്ടുള്ള, അവരുടെ ജീവിതത്തിന് പരമശാന്തി അരുളുന്ന, അവരുടെ ജീവിതത്തിന് ഏറ്റവും വലിയ സാഫല്യം അരുളുന്ന ചിലതുണ്ടാവണം എന്നാണ്. അതുകൊണ്ടാണ് ആ കാവ്യങ്ങൾ കാലത്തെ കടന്ന് നിലനിൽക്കുന്നത്.
അതുകൂടാതെ എത്ര കാവ്യങ്ങൾ പിന്നീട് പിറന്നിട്ടുണ്ടാവും, അതിനു മുൻപേ പിറന്നിട്ടുണ്ടാവും. നമ്മളുടെ മുമ്പിൽ പക്ഷേ അങ്ങനെയുള്ള കാവ്യങ്ങളില്ല. നമ്മളുടെ മുമ്പിലുള്ളത് ഇപ്പോഴും ഈ ഇതിഹാസ കാവ്യങ്ങളാണ്. ഇപ്പോഴും ഇതിനെ ഉപജീവിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാമെന്ന നിലയിൽ അതിൽ നിധി അടക്കം ചെയ്തിരിക്കുന്നു. നമ്മൾ ആ നിധി അന്വേഷിച്ച് പോകലാണ് ഓരോ കർക്കടകത്തിലും നടത്തേണ്ടത്. നമ്മളിത് വ്രതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി വായിക്കുമ്പോഴും നമ്മളിതിലെ വലിയ ജീവിത സത്തയെ, വലിയ മാനുഷിക സത്തയെ, വലിയ ദാർശനിക സത്തയെ തിരിച്ചറിയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് എഴുത്തച്ഛനെ മറന്നുകൊണ്ട് നമുക്ക് കേരളത്തിൽ ജീവിക്കുക സാധ്യമല്ല. നമ്മൾ എഴുത്തച്ഛനെ മറക്കുക എന്നാൽ നമ്മൾ നമ്മളെ തന്നെ മറക്കുക എന്നാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ രാജ്യത്ത് ജീവിച്ചു വളർന്നിട്ടുള്ള എല്ലാവരും എഴുത്തച്ഛനെ വായിച്ചിട്ടില്ലല്ലോ എന്ന്. ഇത് കേൾക്കുന്ന നിങ്ങൾ വിചാരിക്കും ഞാൻ എഴുത്തച്ഛനെ വായിച്ചിട്ടില്ലല്ലോ എന്ന്. ഒരു സംശയവും വേണ്ട, വായിക്കാത്തവരിലും എഴുത്തച്ഛൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന ഭാഷ എഴുത്തച്ഛൻ എനിക്ക് സൃഷ്ടിച്ചു തന്ന ഭാഷയാണ്. നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ എഴുത്തച്ഛൻ സൃഷ്ടിച്ച ഭാഷയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളതിൽ ഏറ്റവും ന്യൂ ജനറേഷൻ പദങ്ങൾ കലർത്തിയാണല്ലോ സംസാരിക്കുന്നത്. ആ ന്യൂ ജനറേഷൻ പദങ്ങൾ എഴുത്തച്ഛനോ അതിന് തുല്യമായിട്ട് ആ കാലത്തോ ഉള്ളവർ സൃഷ്ടിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളതിനെ സന്ദർഭം മാറ്റി പ്രയോഗിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഏറ്റവും മനോഹരമായത് എന്ന് പറയാൻ ഏറ്റവും ഭയങ്കരം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളതിനെ സന്ദർഭം മാറ്റി അതിൻ്റെ അർത്ഥത്തിന് വ്യതിചലനം വരുത്തി ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ വാക്ക് എഴുത്തച്ഛൻ നേരത്തെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. ഈ ഭയങ്കരം എന്ന വാക്ക് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. നമ്മളീ കാണുന്ന സകല നമ്മളുടെ പദങ്ങളുടെ എല്ലാം അടിസ്ഥാന സ്വഭാവം എഴുത്തച്ഛൻ സൃഷ്ടിച്ചിരിക്കുന്നു. ആ എഴുത്തച്ഛൻ അത് സൃഷ്ടിച്ചത് അധ്യാത്മരാമായണത്തിലൂടെയാണ്. എഴുത്തച്ഛനെ കുറിച്ച് പറയുമ്പോൾ എഴുത്തച്ഛൻ ഹരിനാമകീർത്തനം ആദ്യമേ എഴുതി എന്ന് പറയും. തർക്കമുണ്ട്, അത് എഴുത്തച്ഛൻ്റെ ആണോ എന്ന് തർക്കമുണ്ട്. പക്ഷേ വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് തോന്നുക അത് എഴുത്തച്ഛൻ്റെ ആണ് എന്ന് വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നതാണ് നല്ലത് എന്ന് തോന്നും. കാരണം അതിൽ ഭാവിയിൽ വരാനിരിക്കുന്ന അധ്യാത്മരാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും വലിയ പ്രകടമായ ക്രിയാത്മകമായ അംശങ്ങൾ അടങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാം, രചനാത്മകമായ അംശങ്ങൾ. അത് എഴുതിയത് അക്ഷരം പഠിപ്പിക്കാനാണ് മലയാളികളെ. ഈ നമ്മളുടെ 51 അക്ഷരങ്ങൾ എഴുത്തച്ഛൻ സൃഷ്ടിച്ചതാണ് എന്ന് പറയും. വൈയാകരണന്മാരായിട്ടുള്ള ആളുകൾ, വലിയ ഭാഷാ വിദഗ്ധന്മാർ അതിനോട് ശക്തമായി വിയോജിക്കുന്നുണ്ട്. അങ്ങനെ സൃഷ്ടിച്ചതൊന്നുമല്ല എന്നവർ കാര്യകാരണ സഹിതം നമ്മളെ ബോധ്യപ്പെടുത്തി തരും. പക്ഷേ നമ്മളതൊരു ഫിക്ഷനായിട്ടെങ്കിലും കാൽപ്പനികമായിട്ടെങ്കിലും അങ്ങനെ വിശ്വസിക്കണം എന്ന അഭിപ്രായം എനിക്കുണ്ട്. കാരണം അങ്ങനെ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ആ വലിയ മഹത്തായിട്ടുള്ളൊരു പരിശ്രമത്തെ ആദരിക്കൽ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. വാൽമീകി രാമായണത്തിൽ നിന്ന് അധ്യാത്മരാമായണം ഉണ്ടാവുകയും അധ്യാത്മരാമായണത്തിൽ നിന്ന് നമ്മൾക്ക് വേണ്ട എഴുത്തച്ഛൻ്റെ പരിഭാഷ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ എഴുത്തച്ഛൻ സൃഷ്ടിച്ച ഈ 51 ശബ്ദങ്ങൾ, അതിനെ 51 ലിപികൾ എന്നല്ല പറയേണ്ട, 51 ശബ്ദങ്ങൾ, ആ 51 ശബ്ദങ്ങൾ ഉപയോഗിച്ച് എഴുത്തച്ഛൻ മലയാള ഭാഷയ്ക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതീതികൾ സൃഷ്ടിച്ചുകൊണ്ടാണത് നടപ്പാക്കിയത്. ഈ ഭാഷയുടെ പ്രാഥമികമായ ലക്ഷ്യം എന്താണ്? അത് പ്രതീതി സൃഷ്ടിക്കുന്നതാവണം. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് ആ ഭാഷ അനുഭവപ്പെടണം. ആ ശബ്ദം കൊണ്ട് അതിനെ അനുഭവപ്പെടുത്താൻ വേണ്ട ഈ 51 ശബ്ദങ്ങളെ എഴുത്തച്ഛൻ വിന്യസിച്ചു. ആ വിന്യസിച്ച ശബ്ദങ്ങളുടെ ഏറ്റവും സഫലമായ പ്രയോഗമാണ് അധ്യാത്മരാമായണം. ഏറ്റവും സഫലമായ പ്രയോഗം. അതിൻ്റെ പ്രാരംഭം മുതൽ അതിൻ്റെ അവസാനം വരെയുള്ള നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് അതിൻ്റെ സഫലത എന്ന്. എഴുത്തച്ഛൻ രാമായണത്തെ കൃത്യമായി പിന്തുടരുന്നുണ്ട്. വാൽമീകി രാമായണത്തെ അല്ല, അധ്യാത്മരാമായണത്തെ. പക്ഷേ എഴുത്തച്ഛന് വാൽമീകി രാമായണത്തെക്കുറിച്ചുള്ള അവഗാഹം ഉണ്ടായിരുന്നുവെന്ന് അധ്യാത്മരാമായണത്തിൻ്റെ ഓരോ വരി വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും. എഴുത്തച്ഛൻ വാൽമീകി കോകിലത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആദരിച്ചുകൊണ്ട് പ്രണമിച്ചുകൊണ്ടാണ് ആ കൃതി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ശ്രീരാമൻ്റെ ജനനം മുതൽ എഴുത്തച്ഛൻ അതിൽ അധ്യാത്മരാമായണത്തിൻ്റെ ഭാഗമായിട്ട് ഉമാമഹേശ്വര സംവാദം എന്ന ബാലകാണ്ഡത്തിൽ ആദ്യം തന്നെ ഉമാമഹേശ്വര സംവാദം എന്ന ഭാഗം ചേർത്തിട്ടുണ്ട്. ഉമാമഹേശ്വര സംവാദത്തിൽ ശിവനും പാർവതിയും കൂടി രാമായണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അത് സംസാരിക്കുമ്പോൾ എഴുത്തച്ഛൻ അവിടെയാണ് പറയുന്നത്, എനിക്ക് ഈ ഭാഷ, ഈ കാനനത്തിൽ എങ്ങനെയാണോ ശിവൻ ദിഗംബര നടനം നടത്തുന്നത് അതുപോലെ എന്നിൽ ഈ ഭാഷ വന്നുദിക്കണമേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ദിഗംബര നടനം എന്ന് പറയുന്നതിന് വലിയൊരർത്ഥമുണ്ട്.
ഈ ദിഗംബര നടനമെന്നത് ദിക്കുകളുമായിട്ട് ലയിച്ചു ചേർന്നിരിക്കുന്നതാണ്. നമ്മളതിനെ വസ്ത്രമില്ലാതെ എന്ന് പറയുന്ന ഒരു പ്രാഥമികാർത്ഥത്തിൽ നമ്മളതിനെ കണ്ടുകളയും. പക്ഷേ ദിഗംബര നടനമെന്നതിന് നമ്മളതിനെ എല്ലാ ദിക്കുകളിലേക്കും ലയിച്ചിരിക്കുന്നു. എൻ്റെ ഭാഷ ഈ ദിക്കുകളെയെല്ലാം ലയിപ്പിച്ച് അതിനും അതീതമായിട്ട് വാരിധിയിൽ തിരമാലകൾ വരുന്നത് പോലെ, കടലിൽ തിരമാലകൾ വരുന്നത് പോലെ എന്നിലേക്ക് ഈ ഭാഷ വരണം എന്നാണ്. ആ ഭാഷ വരാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് അതിന് മുമ്പ് നടക്കുന്നത്. ഈ ഭാഷ അങ്ങനെ വരണം. എഴുത്തച്ഛൻ അത് എഴുതി മലയാളത്തിൽ അത് പ്രചരിപ്പിക്കുമ്പോൾ അത് പ്രചരിപ്പിക്കുക തന്നെ ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ 31 ദിവസത്തെ കർക്കിടക മാസത്തിന് ഈ വർഷം 32 ദിവസമുണ്ട്. 31, 30, 32 ദിവസത്തെ ഈ പാരായണത്തിലൂടെ ഇതിൻ്റെ വലിയ പ്രചാരണമാണ് നടക്കുന്നത്. അത് പ്രചരിപ്പിക്കുമ്പോൾ എഴുത്തച്ഛൻ്റെ മുന്നിലുണ്ടായിരുന്ന മറ്റൊരു വലിയ ലക്ഷ്യം കൂടിയുണ്ട്. ആ ലക്ഷ്യം എന്താ? എഴുത്തച്ഛൻ ജീവിച്ച കാലത്തെ അരാജകപൂർണമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന്, കഠിനമായ അരാജകത്വത്തിൽ നിന്ന്, കഠിനമായ ലോഭമോഹങ്ങളുടെ ആധിപത്യത്തിൽ നിന്ന് ജനങ്ങളിലേക്ക് പ്രവേശിച്ചു പോയ വലിയ അന്ധതയിൽ നിന്ന് അതിനെ മോചിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടി കൂടിയാണ് എഴുത്തച്ഛൻ അത് എഴുതുന്നത്. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമനെ അന്വേഷിക്കുന്നത്. വാൽമീകിയുടെ രാമൻ തീർത്തും ഒരു മനുഷ്യനാണ്. വാൽമീകിയുടെ രാമൻ ഒരിടത്തും ഞാൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്നില്ല, ഞാൻ അവതാരമാണെന്ന് അവകാശപ്പെടുന്നില്ല. അവതാരമാണ് എന്ന് അദ്ദേഹത്തോട് നിർദ്ദേശിക്കുന്നവരോട് വാൽമീകിയുടെ രാമൻ പറയുന്നത് ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഞാൻ ദശരഥൻ്റെ മകനായിട്ടുള്ള രാമനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എഴുത്തച്ഛൻ്റെ രാമൻ ആദ്യന്തം അവതാരമാണ്. അദ്ദേഹത്തോട് പലതവണ തുടക്കം മുതൽ പലർ വന്ന് അദ്ദേഹത്തോട് നിങ്ങൾ അവതാരമാണ് എന്ന് രാമനോട് പറയുകയും അങ്ങ് അവതാരമാണ്, അങ്ങയെ ഞങ്ങൾ കീർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എഴുത്തച്ഛൻ പ്രാർത്ഥനയുടെ വലിയ മാല കോർത്ത് നമുക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയുടെയും നാമജപത്തിൻ്റെയും വലിയ മാല കോർത്ത് നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതിയിരിക്കുന്നത്. അതെന്തുകൊണ്ട് എഴുത്തച്ഛൻ ചെയ്തു എന്ന് ചോദിച്ചാൽ എഴുത്തച്ഛൻ്റെ വിശ്വാസം മനുഷ്യൻ മോചനം നേടാൻ, മനുഷ്യന് ആ തരത്തിലുള്ള അരാജകത്വത്തിൽ നിന്ന്, ജീർണതയിൽ നിന്ന് മോചനം നേടാൻ ഈ നാമജപം ഉപകരിക്കുമെന്നായിരുന്നു. വാൽമീകിയെ സംസ്കരിച്ച നാമജപം, വാൽമീകി ആമരം ഈമരം എന്ന് പറഞ്ഞ് അവസാനം രാമരാമ എന്ന് ജപിച്ച് വാൽമീകത്തിൽ നിന്ന് പുറത്ത് ബോധോദയം നേടി വന്നുവെങ്കിൽ ആ രാമനാമ ജപം സകലരെയും ഈ പറയുന്ന എല്ലാ ജീർണതയിൽ നിന്നും, എല്ലാ അരാജകത്വത്തിൽ നിന്നും, എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിക്കും എന്ന് എഴുത്തച്ഛൻ വിശ്വസിച്ചു. അത് എഴുത്തച്ഛൻ്റെ ഒരു ബോധ്യമായിരുന്നു. ഇന്ത്യ മുഴുവൻ ആ കാലത്ത് ഭക്തിപ്രസ്ഥാനം എന്ന നിലയിൽ എങ്ങനെ അത് സംഭവിച്ചു എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇപ്പോൾ നമുക്കൊരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമ്മളുടെ കയ്യിൽ സോഷ്യൽ മീഡിയയുണ്ട്, നമുക്ക് നിരവധി ആധുനിക വാർത്താവിനിമയ മാധ്യമങ്ങളുണ്ട്, നമുക്കത് പരസ്പരം അറിയിക്കാം. ആ തരം അറിയിക്കലൊക്കെ തീർത്തും അപ്രായോഗികമായിരുന്ന കാലത്ത്, ദൂരം കൊണ്ട് മനുഷ്യർ പരസ്പരം അപ്രാപ്യരായിരുന്ന കാലത്ത് എഴുത്തച്ഛനെ പോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന വലിയ എന്താണ് നമ്മൾ പറയേണ്ട ബോധോദയം നേടിയവരും ചേർന്നിട്ട് വലിയ ഭക്തിപ്രസ്ഥാന ശൃംഖലയുണ്ടായി. ആ ഭക്തിപ്രസ്ഥാന ശൃംഖലയുടെ ഭാഗമായിട്ടാണ് എഴുത്തച്ഛൻ ഉണ്ടാവുന്നത്. ഇവരൊക്കെ ഒരു പക്ഷേ നമ്മളുടെ പുരാതന വിശ്വാസം പോലെ ഇവരൊക്കെ മനസ്സുകൊണ്ട് പരസ്പരം സംവദിച്ചിട്ടുണ്ടാവാം എന്നല്ലാതെ നമുക്ക് പറയാൻ മാർഗ്ഗമില്ല. അതുകൊണ്ട് തന്നെ എഴുത്തച്ഛന് ഈ സങ്കീർത്തനങ്ങളെല്ലാം മനുഷ്യനെ നിത്യം നവീകരിക്കേണ്ട ബാധ്യതയുള്ള ഒന്നാണ് എന്ന് അദ്ദേഹം കരുതിപ്പോന്നു. അതുകൊണ്ടാണ് കൗസല്യയോട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് മഹാവിഷ്ണു പറയുന്നുണ്ട്, ഞാൻ ശംഖ് ചക്ര ഗദാപത്മധാരിയായിട്ട് ഞാൻ നിന്നിൽ പ്രവേശിക്കുന്നു, ഞാൻ ജനിക്കും എന്ന് കൗസല്യയോട് പറയുന്നുണ്ട്. കൗസല്യ ആനന്ദപുളകിതയാവുന്നുണ്ട്. അത് ബാലകാണ്ഡത്തിലാണ്. ആനന്ദപുളകിതയായിട്ട് കൗസല്യ, പക്ഷേ എപ്പോഴാണോ അത് കഴിയുന്നത് അവർ അപ്രത്യക്ഷരായിട്ട് അതൊക്കെ താനേ മറന്നുപോയിട്ട് അതിൻ്റെ വിസ്മൃതിയോടുകൂടി അവർ മനുഷ്യരായി ജീവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വലിയ മാന്ത്രികത എഴുത്തച്ഛൻ അതിൽ സൃഷ്ടിക്കുന്നുണ്ട്. ആ മാന്ത്രികതയാണ് രാമായണത്തെ നമ്മളുടെ മുന്നിൽ ഇത്ര കാലവും ഗൗരവത്തോടുകൂടി, ഇത്ര കാലവും അതിൻ്റെ എല്ലാ മഹിമയോടും കൂടി ഗൗരവത്തോടുകൂടി നിലനിർത്തിയത് എന്നും നമ്മൾ ഓർക്കണം. വാൽമീകി രാമായണം എഴുതുമ്പോൾ അതിൻ്റെ ഘടനയെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. നമ്മൾ ഈ കാവ്യങ്ങളുടെ ആവിർഭാവം ഉണ്ടായിട്ട് നമ്മൾ മാർക്കണ്ഡേയൻ എന്ന് പറയുന്ന ഒരു ഋഷിയെക്കുറിച്ച് പറയുമല്ലോ, അയാൾ ജനിച്ചപ്പോൾ തന്നെ അയാൾക്ക് യൗവനമുണ്ടായി എന്ന് നമ്മൾ പറയും. രാമായണമാണ് ആദി കാവ്യമെങ്കിൽ
ആ കാവ്യത്തിന് ജനിച്ചപ്പോൾ തന്നെ യൗവനമായി. കാരണം അതിനൊരു കാവ്യരചനയുടേതായിട്ടുള്ള ഒരുതരം ബാലാരിഷ്ടതകളുമില്ല. അതിലെ കൽപ്പനകൾക്ക്, അതിലെഴുതപ്പെട്ട ഭാവനയ്ക്ക്, അതിലെ മനുഷ്യരനുഭവിക്കുന്ന സംഘർഷങ്ങൾക്ക്, അവരുടെ ആന്തരമായ ഗതിവിഗതികൾക്ക് ഇന്നും നമ്മൾ നോക്കുമ്പോൾ യൗവനമാണ്. നമ്മൾ ജീവിതത്തിൽ ഇന്നും ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്ന അനേകം സങ്കീർണതകൾ അതിലെ കഥാപാത്രങ്ങളുടെ ജീവിതങ്ങളായി നിബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ അതേക്കുറിച്ച് സത്യം പറഞ്ഞാൽ ആലോചിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മൾ ഓരോ പുതിയ കഥയും വായിക്കുമ്പോൾ, ഓരോ പുതിയ കാവ്യവും വായിക്കുമ്പോൾ, ഓരോ കൃതികളും വായിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ആദി കാവ്യത്തെ മുൻനിർത്തി അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, എത്ര പൂർണ്ണതയിലാണ് ആ കാവ്യം പിറന്നത് എന്നാണ്. അതിൻ്റെ കഥാഘടന, ആ കഥ കൃത്യമായ അധ്യായങ്ങളായി വിഭജിച്ചത്, അത് നടപ്പാക്കിയിരിക്കുന്നത്, അതിലെ ഓരോ അധ്യായത്തിനും കൃത്യമായി അതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ട വിഷയത്തിൻ്റെ പരിമിതി എത്ര, അതിൻ്റെ സാധ്യത എത്ര, ഓരോ കഥാപാത്രവും അതിൽ എത്ര വികസിക്കാം, ഓരോ കഥാപാത്രത്തിനും എന്താണ് പരിധി, എവിടെ വച്ചാണ് ഓരോ കഥാപാത്രവും അതിൻ്റെ കർമ്മം അവസാനിപ്പിച്ച് പിന്മാറേണ്ടത്, ഏതൊക്കെ കഥാപാത്രങ്ങളാണ് ആദ്യം മുതൽ അവസാനം വരെ അതിൽ ചെല്ലേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലെല്ലാം വാൽമീകി രാമായണം അതൊരു ഉത്തമ മാതൃകയായി നിലനിൽക്കുന്നു. ഇന്നും നമ്മളുടെ എല്ലാ കഥാകൃത്തുക്കളുടെയും പ്രാഥമികമായിട്ടുള്ള അവരുടെ ഏറ്റവും വലിയ ആശങ്ക എങ്ങനെ കഥ പറയണം എന്നുള്ളതാണ്. നറേറ്റീവിനെ സംബന്ധിച്ചുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ആശങ്ക. വാൽമീകിയും അത് അനുഭവിച്ചിട്ടുണ്ടാവണം. പക്ഷേ അത് അനുഭവിച്ചതിൻ്റെ ഒരു ലാഞ്ചനയും ആ കാവ്യത്തിൽ എവിടെയുമില്ല. അദ്ദേഹം അതൊക്കെ പൂർവ്വനിർണയം നടത്തിയതുപോലെ, തൻ്റെ മനസ്സിൽ അതെല്ലാം വളരെ കൃത്യമായി അദ്ദേഹം അടുക്കി സൂക്ഷിച്ചതുപോലെയാണ് അത് എഴുതുന്നത്. ശ്രീരാമൻ്റെ ജനനം, ശ്രീരാമൻ്റെ ബാല്യ കൗമാരങ്ങൾ, ബാലകാണ്ഡത്തെ തുടർന്ന് അയോധ്യാകാന്ഡം, അദ്ദേഹത്തിൻ്റെ കിരീടധാരണം, വിച്ഛിന്നാഭിഷേകം, അദ്ദേഹത്തിൻ്റെ അഭിഷേക വിഘ്നം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അത് കഴിഞ്ഞ് വനവാസത്തിൻ്റെ കാലം, അരണ്യകാന്ഡം കഴിഞ്ഞിട്ട് അരണ്യത്തിൽ നിന്ന് പുറത്തിറങ്ങി ആ വനവാസകാലത്ത് സംഭവബഹുലമായിട്ടുള്ള ജീവിതം, അത് കഴിഞ്ഞ് വന്നിട്ട് അദ്ദേഹത്തിന് സീതയെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം സീതാന്വേഷണത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് പുതിയ ചങ്ങാത്തം ഉണ്ടാവുന്നു. ആ സൗഹൃദത്തിൻ്റെ ബലത്തിലാണ് മുന്നോട്ട് പോകുന്നത്. കിഷ്കിന്ധാകാന്ഡം, സുഗ്രീവനുമായിട്ടുള്ള സൗഹൃദം, ബാലി സുഗ്രീവ യുദ്ധം, ബാലിവധം എല്ലാം വരും അതിൽ. കിഷ്കിന്ധാകാന്ഡം കഴിഞ്ഞിട്ട് സുന്ദരകാന്ഡം, സീതയുടെ അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായ ഹനുമാന്റെ ലങ്കാപ്രവേശവും ലങ്കാദഹനവും എല്ലാം ഉൾപ്പെടുന്ന സുന്ദരകാന്ഡം, അത് കഴിഞ്ഞിട്ട് രാവണനുമായിട്ടുള്ള യുദ്ധം, രാമരാവണ യുദ്ധം, കൊടിയ യുദ്ധത്തിൻ്റെ അവസാനം സീതയെ സ്വീകരിക്കൽ. ഇങ്ങനെയാണ് രാമായണം നിബന്ധിച്ചിരിക്കുന്നത്. 6 കാണ്ഡങ്ങളിലായി മനുഷ്യജീവിതത്തിൻ്റെ മഹാഗാഥ അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അപ്പോൾ എവിടെയാണ് സീതാപരിത്യാഗം, എവിടെയാണ് സീതയുടെ അന്തർധാനം? മലയാളികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ചിന്താവിഷ്ടയായ സീതയ്ക്ക് നിമിത്തമായി തീർന്ന, നമ്മളുടെ മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച 3 നാടകങ്ങൾ എന്ന് പറയാവുന്നതിലെ ഒന്ന് കാഞ്ചന സീതയ്ക്ക് നിമിത്തമായി തീർന്ന ഈ കഥകൾ എവിടെയാണെന്ന് നിങ്ങൾ വിചാരിക്കും. അത് ഉത്തരരാമായണം എന്ന നിലയിലാണ് രാമായണത്തിൽ കാണുന്നത്. അത് വാൽമീകി എഴുതിയതല്ല എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. വാൽമീകി എഴുതിയതാവണം എന്ന് നമ്മൾ കരുതുമ്പോൾ തന്നെ അത് വാൽമീകി എഴുതിയതല്ല എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഈ ഉത്തരരാമായണത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എല്ലായ്പ്പോഴും രാമവിമർശനം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. രാമവിമർശനത്താൽ സജീവമാണ് ഇന്ത്യൻ സാഹിത്യം പലപ്പോഴും. പ്രത്യേകിച്ചും നമ്മളുടെ കേരളത്തിലെ മലയാള സാഹിത്യത്തിൻ്റെ വലിയൊരു ഭാഗം നമ്മൾ രാമവിമർശനത്തിനായി മാറ്റിവെച്ചിട്ടുണ്ട്. ചിന്താവിഷ്ടയായ സീത എന്ന കൃതി, സീതയുടെ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്ത ആൾ ഉടജാന്തവാടിയിൽ എന്ന് പറയുന്ന, അതിചിന്ത വഹിച്ചു പോയി സീത അവിടെ പോയി ഇരുന്നപ്പോഴുണ്ടായ സീതയുടെ ആ അതിചിന്തയുടെ എല്ലാ അതിൻ്റെ പാരമ്യത്തിലേക്ക് പോയിട്ട് ആ സീത അന്തർധാനം ചെയ്യുന്നത് വരെ, ഈ ഭൂമിയിലേക്ക് മറഞ്ഞു പോകുന്നത് വരെ, അവിടെ വാൽമീകിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് വരെ ആശാൻ അത് എഴുതി വെച്ചതിൻ്റെ പിന്നാലെ
കേരളത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള ചർച്ചകൾ അതേക്കുറിച്ച് നടന്നിട്ടുണ്ട്. കുട്ടിക്കൃഷ്ണമാരാരുടെ വാൽമീകിയുടെ രാമൻ എന്ന വലിയ പ്രസിദ്ധമായ ഉപന്യാസം കൂടി വന്നതോടുകൂടി അതിന് ശക്തി കിട്ടി. പക്ഷേ രാമായണത്തെ ഉപാസിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്നു രാമായണം യുദ്ധകാന്ഡം വരെ ഉള്ളൂ എന്ന്. നമ്മൾ ഈ കർക്കടക മാസത്തിൽ രാമായണം വായിക്കുമ്പോൾ യുദ്ധകാന്ഡത്തിൽ പട്ടാഭിഷേകത്തോടുകൂടി അത് സമാപിക്കും. പട്ടാഭിഷേകം ഇപ്പോൾ അങ്ങനെ വലിയ ആഘോഷമൊന്നും അല്ല വീടുകളിൽ. പണ്ടൊക്കെ ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് രാമായണ പാരായണം നടത്തുന്ന സ്ഥലത്ത് പട്ടാഭിഷേകം ഒരു മഹോത്സവമാണ് കേട്ടോ. ആ പട്ടാഭിഷേകത്തിൻ്റെ അന്ന് നമ്മൾ വലിയ പൂജാദികളോടുകൂടിയൊക്കെയാണ് പട്ടാഭിഷേകം നടത്തുക. ഏതാണ്ടൊരു വിവാഹത്തിൻ്റെ ആഘോഷം ചെറിയ തോതിൽ സംഭവിക്കും അവിടെ. മനുഷ്യർ രാമായണത്തോടൊപ്പം ജീവിച്ചു എന്നതിൻ്റെ തെളിവാണത്. മനുഷ്യർ രാമായണത്തോടൊപ്പം ജീവിച്ചു, രാമായണ കഥയോടൊപ്പം ജീവിച്ചു, രാമായണ കഥ മുന്നോട്ട് വെച്ച മൂല്യവ്യവസ്ഥയോടൊപ്പം ജീവിച്ചു. അതെല്ലാം ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും നടപ്പായി എന്നും ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും അത് അനുവർത്തിച്ചുവെന്നും അതുകൊണ്ടത് വായിച്ചവരൊക്കെ വിശുദ്ധന്മാരായി തീർന്നു എന്നും അല്ല അതിൻ്റെ അർത്ഥം. നമ്മളിപ്പോൾ ദസ്തയേവ്സ്കിയുടെ കൃതി വായിക്കുന്ന എല്ലാവരും അതിൻ്റെ ആന്തരാർത്ഥത്തിലേക്ക് പോയി അതിൽ നിന്നുണ്ടാകുന്ന ഒരു അസാമാന്യമായ വെളിച്ചം അനുഭവിച്ച് നമ്മൾ അതിൽ ജീവിക്കുന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മൾ രാമായണത്തിലൂടെ കടന്നു പോകുന്ന ഓരോ ആളും അയാളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ അയാൾ വിമലീകരിക്കപ്പെടും എന്നതാണ് അതിൻ്റെ സത്യം. നമ്മൾ മനുഷ്യരെ ആകെ പരിഷ്കരിക്കുക എന്നത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള കാടത്തത്തെ എല്ലാ കാലത്തും ഇല്ലാതാക്കിയിട്ട് അത് ഏത് തരത്തിലും ഏറ്റവും പുതുതാക്കി തീർക്കുക എന്നതൊരു ആദർശാത്മക ലക്ഷ്യമാണ്. കാടത്തത്തോട് എതിർത്ത് തോറ്റൊരുവനെ ഗീതാർത്ഥസാരം ഗ്രഹിച്ചിടത്തക്കവനാകെയുള്ളൂ എന്ന് നാലപ്പാട്ട് നാരായണമേനോൻ്റെ ശ്ലോകം പറയുമല്ലോ. ഈ കാടത്തത്തോട് എതിർക്കുകയാണ്. വാൽമീകി രാമായണം എന്നതും അധ്യാത്മരാമായണം എന്നതും നമ്മളുടെ മുമ്പിൽ വയ്ക്കുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു കാടത്തത്തോട് നിരന്തരം നടത്തുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. ശ്രീരാമൻ എന്ന നമ്മളുടെ മുമ്പിൽ മര്യാദാ പുരുഷോത്തമനായി പ്രത്യക്ഷപ്പെടുന്ന ഭാരതീയ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ എവിടെയും കാണാത്ത വലിയ ജീവിതനിഷ്ഠയോടുകൂടി, വലിയ സദാചാരനിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ആളാണ് ശ്രീരാമൻ. ആ സദാചാരനിഷ്ഠയുടെ പ്രതീകമായി നിന്നുകൊണ്ട് പ്രജാക്ഷേമ തൽപരനായിട്ടാണ് ജീവിക്കുന്നത്. പ്രജകളാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ. നിങ്ങൾ അധ്യാത്മരാമായണം വായിക്കുമ്പോൾ, വാൽമീകിയുടെ രാമായണം വായിക്കുമ്പോൾ, രാമായണം സംബന്ധിച്ചുള്ള സംഘാലിയയുടെയോ IC ചാക്കോയുടെ പുസ്തകമുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിലൊക്കെ പറയുന്ന രാമൻ്റെ ജീവിതം നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പ്രജാക്ഷേമ തൽപരനായിട്ടാണ്. ഒരു രാജ്യം ജീവിക്കുന്ന ആ പ്രജകൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പാക്കുന്ന ഒരു രാജാവിനെയാണ് സൃഷ്ടിക്കുന്നത്. ലോകത്തിന് മുഴുവൻ എല്ലാ കാലത്തും മാതൃകയായിട്ടുള്ള ഒരു ഭരണ സംവിധാനം എങ്ങനെ എന്ന ഒരു ആലോചന കൂടി അത് നമ്മളുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. രാമനെ ആദ്യം മുതൽ ആ കഥാപാത്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ആ കഥാപാത്രം വളർന്നു വരുന്നത് എങ്ങനെയാണ്? ആ കഥാപാത്രം അങ്ങേയറ്റം സുശിക്ഷിതനായിട്ടാണ് വളർന്നു വരുന്നത്. അയാൾ ധർമ്മശാസ്ത്രങ്ങളിൽ നൈപുണ്യം നേടുന്നു, ആയുധവിദ്യയിൽ നൈപുണ്യം നേടുന്നു, ജീവിതത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അംശങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസം നേടുന്നു. എന്നിട്ടാണ് പുറത്തേക്ക് വരുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ഈ യാഗരക്ഷണത്തിനായിട്ട് രാക്ഷസ ഹിംസയ്ക്കായിട്ട് പുറപ്പെടുന്നു. ആ പുറപ്പെടുന്ന കാലത്തൊക്കെ വെറും 14 വയസ്സേ ഉള്ളൂ, വളരെ ചെറിയ പ്രായം. ആ കാലം അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പരശുരാമനുമായിട്ടുള്ള സംഘട്ടനം, ആ സംഘട്ടന സമയത്തൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ സംഘട്ടന സമയത്തൊക്കെ എത്ര വലിയ വിവേകമാണ് ഈ ചെറിയ ബാലനിൽ നിന്നുണ്ടാവുന്നത് എന്ന് വാൽമീകി ഉദ്ദേശിച്ചത്. അങ്ങനെ വിവേകപൂർണമായി ജീവിതത്തെ സമീപിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടാവണം എന്നാണ്. വിവേകപൂർണമായി ജീവിതത്തെ സമീപിക്കുന്ന, ഉത്തമ ജീവിതം നയിക്കുന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് നിങ്ങൾ അയാളെ പ്രാർത്ഥിക്കൂ എന്നാണ്. നിങ്ങൾ അയാളെ ധ്യാനിക്കൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ശ്രീരാമൻ തരുന്ന സമ്പത്തോ സമ്പൽ സമൃദ്ധിയോ ഐശ്വര്യമോ എന്നതിനേക്കാൾ ഈ ഗുണങ്ങളുടെ സംക്രമം നടക്കണം എന്നാണ്. ഈ ഗുണങ്ങൾ സംക്രമിക്കണം. ഈ ഗുണങ്ങളുടെ സംക്രമമാണ് ആരാധന എന്ന് പറയുന്നത്. നമ്മുടെ ആരാധന എന്നത് നമുക്കെന്തെങ്കിലും നേടാൻ വേണ്ടി നമ്മൾ നടത്തുന്ന അഭ്യർത്ഥനയല്ല. ആരാധന എന്നത് ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ ആരാധിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മളിലേക്ക് സംക്രമിക്കുന്ന ഗുണങ്ങളാണ്.
വാൽമീകി രാമായണം വിഭാവന ചെയ്തത് മനുഷ്യരിലേക്ക് രാമായണം മുന്നിൽ വയ്ക്കുന്ന ധാർമ്മിക ബോധത്തിൻ്റെ, രാമായണം മുന്നിൽ വയ്ക്കുന്ന യുക്തിബോധത്തിൻ്റെ, രാമായണം മുന്നിൽ വയ്ക്കുന്ന ജീവിതബോധത്തിൻ്റെ ഏറ്റവും സമുന്നതമായ ആശയത്തിൻ്റെ കാമ്പ് അത് മനുഷ്യരിലേക്ക് സംക്രമിക്കണം എന്നാണ്. അത് ഇന്ത്യയിൽ പലയിടത്തും അങ്ങനെ സംക്രമിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഇന്ത്യക്ക് എന്തെല്ലാം തരത്തിലുള്ള, നമ്മളുടെ വൈലോപ്പിള്ളി കവിതയിൽ പറയുന്നത് പോലെ പോരും പഞ്ഞവും പട്ടിണിയും എല്ലാം ഉണ്ടായിട്ടും നമ്മൾ അങ്ങനെ അതിനെ നേരിടാൻ തയ്യാറാവുന്നത് അതുകൊണ്ടാണ് അതൊക്കെ നമുക്ക് നിത്യപാരായണ ക്ഷമമാവുന്നത്. ആ തരത്തിൽ നമ്മൾ നിത്യപാരായണം ചെയ്യുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇത് കേൾക്കുന്ന ആളുകൾ, ഇത് നിത്യപാരായണം ചെയ്യുമ്പോൾ വിചാരിക്കേണ്ടത് ഈ പാരായണത്തിൻ്റെ ഫലം എന്താണ്, ഇതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്ന ഫലശ്രുതി, നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും, നിങ്ങൾക്ക് പുത്രകളത്രാദികൾക്ക് ക്ഷേമമുണ്ടാകും എന്നൊക്കെ പറയുന്ന ഫലശ്രുതി ഉണ്ടല്ലോ. ആ ഫലശ്രുതി അല്ല ഇതിൻ്റെ ഫലശ്രുതി. ഇതിൻ്റെ ഫലശ്രുതി ഇത് മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങളുടെയും മൂല്യങ്ങളുടെയും, ഇത് മുന്നോട്ട് വയ്ക്കുന്ന ഭക്തിയാണെങ്കിൽ ഭക്തിയുടെയും സംക്രമണമാണ്. അത് മനുഷ്യരിലേക്ക് സംക്രമിക്കുന്നതിലൂടെയാണ് രാമായണം നിലനിൽക്കുന്നത്. രാമായണം, നമ്മൾ ഓരോരുത്തരും രാമായണം വായിക്കുകയും രാമായണത്തിൽ ലയിക്കുകയും രാമായണത്തിൽ ബോധ്യമുണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കേരളത്തിലെമ്പാടും, ഇന്ത്യയിലെമ്പാടും, ലോകത്തെമ്പാടും രാമായണം ഉണ്ടല്ലോ. രാമായണം എത്രയാണ്? 2000-ലധികം രാമായണങ്ങളുണ്ടോ എന്ന് പറയും. ആ രാമായണങ്ങളിൽ പലതും ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പാടിപ്പതിഞ്ഞ രാമായണം വരെ ഉണ്ട്. അത് നമ്മളുടെ നാടൻ ശീലുകളിൽ അവരവർക്ക് പ്രാപ്തമായ വിധത്തിൽ പാടിയിട്ടുള്ള രാമായണം വരെ ഉണ്ട്. പക്ഷേ രാമായണത്തിൻ്റെ എല്ലാം ആധാരമായി നിൽക്കുന്നത് വാൽമീകി രാമായണമാണെന്ന് മാത്രം. അപ്പോൾ നമ്മളുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരൻ്റെ രാമായണങ്ങൾ, എൻ്റെ നാട്ടിൽ ഈ വളരെ ഒരു ക്ഷേത്രത്തിലൊക്കെ കയറാൻ അവകാശമില്ലാതിരുന്ന, ദൂരത്ത് നിർത്തിയിരുന്ന ഒരു ജനസമൂഹത്തിലുള്ള ആളുകൾ അവിടെ ഞങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേക ദിവസം വന്നിട്ട് അവർ ഈ ഫലവൃക്ഷങ്ങൾക്കും കുട്ടികൾക്കുമൊക്കെ ദോഷം വരാതിരിക്കാൻ ഓതൽ നടത്തും. അങ്ങനെ ഓതും അവർ. ഒരു തോലുകൊണ്ടാണ്, പാഞ്ചിത്തോലെന്ന് പറയുന്ന തോലുകൊണ്ട്. അപ്പോൾ പാടുമ്പോൾ അതിൽ പാടിയ പാട്ടുകളിലൊന്നും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു വരി, രാമായണം ഒരു പെണ്ണ് വയക്ക് എന്നാണ്. രാമായണം ഒരു പെണ്ണ് വയക്ക്. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന് രാമായണത്തെക്കുറിച്ച് ലഭിച്ച ഒരു ബോധ്യം അതാണ്. രാമായണം ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള വഴക്കാണ് എന്നാണ്. അവർ രാമായണത്തിലേക്ക് പ്രവേശിക്കാൻ നടത്തിയ ഒരു ശ്രമമാണ്. നമ്മളതിനെ ആ കാലത്തൊക്കെ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ പാട്ട് പാടുമ്പോൾ ആളുകളൊക്കെ അതിനെ പുച്ഛിച്ചിരുന്നു. പക്ഷേ അതവർ രാമായണത്തിലേക്ക് കടക്കാൻ നടത്തിയ ശ്രമമാണ് എന്ന് പിൽക്കാലത്താണ് മനസ്സിലാവുന്നത്. ആ തലത്തിൽ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ രാമായണത്തിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് രാമായണോപജീവികളായിട്ടുള്ള നിരവധി കാവ്യങ്ങൾ ഉണ്ടാവുന്നത്. രാമായണത്തിന് തന്നെ പല പല വേർഷൻസ് ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ വേർഷൻസ് ആണല്ലോ. തമിഴ്നാട്ടിലുള്ള കമ്പർ വാൽമീകി രാമായണത്തെ ആണോ ആധാരമാക്കിയത് എന്ന് ചോദിച്ചാൽ ആണെന്നും അല്ലെന്നും പറയാവുന്ന വിധത്തിൽ കമ്പരാമായണമുണ്ട്. കമ്പരാമായണത്തിൽ പലതരത്തിലാണ് അതിൻ്റെ കഥകൾ ആവിഷ്കരിക്കുക. ശ്രീരാമനെ ഇങ്ങനെ വാഴ്ത്തി വാഴ്ത്തി കമ്പർ പറഞ്ഞിട്ട്, ശ്രീരാമൻ നടന്നു പോകുമ്പോൾ, ശ്രീരാമൻ ഇങ്ങനെ രാജവീതിയിലൂടെ നടന്നു പോകുമ്പോൾ ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾ ശ്രീരാമനെ കണ്ടിട്ട് അവർ പറയുന്നുണ്ട്, കാൽ കണ്ടോർ കാലേ കണ്ടാർ, തോൾ കണ്ടോർ തോളേ കണ്ടാർ എന്ന് പറയുന്നുണ്ട്. ശ്രീരാമൻ്റെ കാല് കണ്ട ആളുകൾ അതിൻ്റെ ഭംഗി കൊണ്ട് കാല് മാത്രമേ പിന്നെ കണ്ടുള്ളൂ, വേറെ എങ്ങോട്ടും നോക്കാൻ പറ്റിയില്ല. തോൾ കണ്ടോർ തോളേ കണ്ടാർ, ശ്രീരാമൻ്റെ തോള് കണ്ട ആളുകൾ പിന്നെ തോള് മാത്രമേ കണ്ടുള്ളൂ. കമ്പരാമായണം. ബംഗാളിൽ കൃത്തിവാസ രാമായണം ഉണ്ടായി. നമുക്കങ്ങനെ തുളസീദാസ രാമായണം ഉണ്ടായി. ഓരോരുത്തരുടെയും രാമായണത്തിൽ അവരവരാർജിച്ചെടുത്ത ഭാഷാബോധത്തിൻ്റെയും സാമൂഹിക ബോധത്തിൻ്റെയും ആധ്യാത്മിക ബോധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അതത് രാമായണത്തിൽ അതതിൻ്റേതായ നിലയിൽ കലർപ്പുകളുണ്ടായി. കൃത്തിവാസ രാമായണത്തിലെ കഥകൾ എല്ലാം നമുക്ക് ബോധ്യമാകുന്നവയാവണമെന്നില്ല. കാരണം നമ്മളിൽ അധ്യാത്മരാമായണം, എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം, വാൽമീകി രാമായണം വായിച്ചിട്ടുള്ളവരിൽ അത്
രൂഢമൂലമായി അതിൻ്റെ കഥ അങ്ങനെ പ്രവേശിച്ച് നമ്മളിൽ അത് അസ്ഥിവാരം ഉറപ്പിച്ചു നിൽക്കുകയാണ്. കമ്പരാമായണത്തിൻ്റെ കഥ കേരളത്തിൽ അത്രയ്ക്ക് ബോധ്യമാവണമെന്ന് നിർബന്ധമില്ല. ചില കഥകളിൽ സീത രാവണൻ്റെ പുത്രിയാണ്. രാവണപുത്രി എന്ന വയലാർ രാമവർമ്മയുടെ കവിത എത്രയോ പ്രചാരം നേടിയിട്ടുണ്ട്. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദർ നൃത്തം ചവിട്ടിക്കുഴച്ചു രണാങ്കണം എന്ന് തുടങ്ങുന്ന കവിതയിൽ രാവണൻ സീതയെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് തൻ്റെ മകളെ അടുത്ത് കാണാനും അവകാശം സ്ഥാപിക്കാനുമുള്ള ഒരു കർമ്മമായിട്ടാണ് പറയുന്നത്. നമുക്കത് എത്രമാത്രം മനസ്സിനെ സ്പർശിക്കും. ഇങ്ങനെ പല പല കഥകൾ. സീത എന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് പറയുന്ന സ്ഥലത്തെല്ലാം വേദങ്ങളിലൊക്കെ ഈ വാക്കുണ്ട്, സീത എന്ന വാക്കുണ്ട് പല സ്ഥലത്തും. പക്ഷേ അതെല്ലാം ഉഴവുചാൽ എന്ന അർത്ഥത്തിൽ മാത്രമാണ്. സീതയെ ഉഴവുചാലിൽ നിന്ന് ലഭിച്ചു എന്നാണ്. കാഞ്ചന സീത, അരവിന്ദൻ കാഞ്ചന സീത എന്ന സിനിമ ഉണ്ടാക്കുമ്പോൾ സീത പ്രകൃതിയായിരുന്നു. സീത എന്നൊരു സ്ത്രീ അതിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നില്ല. സീത നമ്മളുടെ ഉള്ളിൽ പ്രവേശിച്ചത് ഈ ഉഴവുചാലിൽ നിന്നാണ് പ്രവേശിച്ചത്. ആ ഉഴവുചാലിൽ നിന്ന് പ്രവേശിച്ചത് അതിൻ്റെ ജൈവ ഗുണങ്ങളോടുകൂടിയാണ്. സ്ത്രീ, ഏറ്റവും ഉത്തമയായിട്ടുള്ള സ്ത്രീ എന്ന് നമ്മൾ വിളിക്കുന്ന സ്ത്രീ, ഓരോ സ്ത്രീയും നമ്മളിലേക്ക് പ്രവേശിക്കുന്ന അതിൻ്റെ ജൈവ ഗുണത്തോടു കൂടിയാണ് എന്ന് ഭാരതീയന് ബോധ്യപ്പെടാൻ സീത ഉപകരിച്ചിട്ടുണ്ട്. സീതയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു വർഷം മുഴുവൻ പറയാവുന്ന വിധത്തിൽ സീതയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുമായിരിക്കും. അത് നമുക്ക് പിന്നാലെയാവാം. പക്ഷേ സീത എന്ന കഥാപാത്രം ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോൾ ഈ തരത്തിൽ വിഭിന്ന ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന കഥാപാത്രങ്ങളെ വാൽമീകി സൃഷ്ടിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ വിഭിന്ന ഗുണങ്ങളുള്ള ഈ കഥാപാത്രങ്ങളിൽ ഒരിടത്ത് മുഴുവൻ തിന്മയും വേറൊരിടത്ത് മുഴുവൻ നന്മയും ചാർത്തിക്കൊണ്ടല്ല അദ്ദേഹം അത് സൃഷ്ടിച്ചിരിക്കുന്നത്. അദ്ദേഹം മനുഷ്യനിൽ അന്തർലീനമായിട്ടുള്ള അടിസ്ഥാനപരമായ തിന്മകളെയും അടിസ്ഥാനപരമായ നന്മകളെയും നേർക്കുനേർ നിർത്തി അതിനെക്കുറിച്ച് നമുക്ക് ഏറ്റവും ഉത്തമവും ഉദാത്തവുമായ വിധത്തിൽ ആത്മപരിശോധന നടത്താനുള്ള അവസരമുണ്ടാക്കുകയാണ് ചെയ്തത്. രാമായണം ആത്മപരിശോധനയുടെ പുസ്തകമാണ്. നമ്മൾ അങ്ങനെയൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല. ആത്മപരിശോധന വേണ്ടി വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ള മനഃശാസ്ത്ര പുസ്തകങ്ങളെ തേടി പോകുമായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും അങ്ങനെ ഇത് ആത്മപരിശോധനയാണ് എന്ന് പറയുന്ന പുസ്തകങ്ങളെ തേടി പോകുമായിരിക്കും. രാമായണ മഹാഭാരതാദികൾ രണ്ടും, ഈ രണ്ട് കൃതികളും വലിയ ആത്മപരിശോധനയുടെ പുസ്തകങ്ങളാണ്. രാമായണം പ്രത്യേകിച്ചും. മഹാഭാരതം വലിയ ശാഖാചംക്രമണം ചെയ്യുന്ന അനേകം കഥകളുടെ ഒരു മഹാസമാഹാരം എന്ന നിലയിൽ മഹാഭാരതം അത് വളരെ വിപുലമായും സൂക്ഷ്മമായും ചർച്ച ചെയ്യുമ്പോൾ രാമായണം അതിനെ കേന്ദ്രീകൃതമായി നിർത്തി ഏറ്റവും ആദർശാത്മകം എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് ഈ ആദർശാത്മകം എന്ന് പറഞ്ഞാൽ? ആദർശാത്മകം എന്നാൽ ജീവിതത്തിന് ഏറ്റവും ഉതകുന്നത് എന്നാണ്. ജീവിതത്തിൻ്റെ നന്മയ്ക്കുതകുന്നത്. രാജാവ് പ്രകൃതിയെ രഞ്ജിപ്പിക്കുന്നവനാകണം എന്ന് പുരാതന സൂത്രവാക്യം ഉണ്ടാകുമ്പോൾ രാമൻ പ്രകൃതിയെ രഞ്ജിപ്പിക്കുന്നവനാകണം എന്നതുകൊണ്ടാണ് രാമൻ എന്ന പേര് വന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ആ പേര് വരുന്നതുൾപ്പെടെ രാമായണം നമ്മൾക്ക് മുന്നിൽ ആത്മപരിശോധനയുടെ പുസ്തകമായി നമുക്ക് ഈ കർക്കിടക മാസത്തിൽ അനുഭവപ്പെടണം. നമ്മളത് വായിക്കുമ്പോൾ നമ്മൾ അതിലെ കഥാപാത്രങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. അധ്യാത്മരാമായണം വായിക്കുന്നതിനൊപ്പം നമ്മൾ വാത്മീകി രാമായണത്തെക്കുറിച്ച് കൂടി ചിന്തിക്കുകയും വേണം. വാത്മീകി രാമായണമാണ് ശരിക്കും അതിൻ്റെ ആഴത്തിൽ മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ എപ്പോഴൊക്കെ രാമന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നോ, രാമൻ്റെ ജീവിതത്തിന് ഏതെങ്കിലും തരത്തിൽ വിമർശനാത്മകമായി മനുഷ്യർ സമീപിച്ചു പോകും എന്ന ഘട്ടം വരുന്നു, അപ്പോഴൊക്കെ അദ്ദേഹത്തെ അവതാരമാക്കി കീർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നു നമുക്ക് കാണാം. എഴുത്തച്ഛൻ്റെ കയ്യിൽ പരിപാവനമായ തീർത്ഥജലമാണ് രാമൻ. എഴുത്തച്ഛൻ്റെ കയ്യിലെ തീർത്ഥജലമാണ്. അത് ഒരു തരത്തിലും കളങ്കപ്പെടാതെ എഴുത്തച്ഛൻ അത് ആദ്യം കയ്യിൽ സ്വീകരിക്കുകയും അത് അവസാനം കൊണ്ടുചെന്ന് അവസാനിപ്പിക്കുന്ന സ്ഥലത്ത് തർപ്പണം ചെയ്യുകയും ചെയ്യണം. അതുകൊണ്ട് എഴുത്തച്ഛൻ്റെ കയ്യിലെ തീർത്ഥജലമായി രാമനെ കൊണ്ടു നടക്കുന്നുണ്ട് എഴുത്തച്ഛൻ. നമ്മൾ വാത്മീകി രാമായണം കൂടി വായിക്കുമ്പോൾ രണ്ടും സമാന്തരമായി നമ്മൾ ശ്രദ്ധിച്ചു പോകുമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നമ്മൾ പോലും വിചാരിക്കാത്ത വലിയ ഒരു ആന്തരലോകം തുറന്നു വരും.
ആ തുറന്നു വരുന്ന ആന്തരലോകമാണ് നമ്മളുടെ ഭാവിയെ നിർണ്ണയിക്കുക. അങ്ങനെ ചിന്തിക്കുന്നവരുടെ വലിയ ഒരു സമൂഹമുണ്ടായാൽ ഒരു പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന അനേകം തിന്മകളിൽ നിന്ന് നമുക്ക് മോചനമുണ്ടായി എന്നും വരാം. രാമായണത്തെ കാവ്യമായി സമീപിക്കാം. രാമായണത്തെ കാവ്യമായി സമീപിക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ സംസ്കൃതം അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് മലയാളത്തിൽ ധാരാളം വ്യാഖ്യാനങ്ങൾ ലഭ്യമാണ്. നമ്മളുടെ മലയാളത്തിൻ്റെ വരിഷ്ഠ കവി വള്ളത്തോൾ രാമായണത്തിൻ്റെ പരിഭാഷ, വാൽമീകി രാമായണത്തിൻ്റെ പരിഭാഷ നല്ല തെളിഞ്ഞ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. കാവ്യപരമായി കാവ്യാത്മകമായി അത് വായിക്കേണ്ടവർക്ക് അത് വായിക്കാം. CV കുഞ്ഞിരാമൻ്റേത് മലയാളത്തിൽ ഗദ്യപരിഭാഷയുണ്ട്, രാമായണത്തിൻ്റെ സംഗ്രഹമാണ്, പക്ഷേ നല്ല മനോഹരമായിട്ടുള്ള രാമായണമുണ്ട്. അതുകൂടാതെ സംസ്കൃത പദ്യങ്ങളുടെ അന്വയവും അർത്ഥവുമായിട്ട് രാമായണം മലയാളത്തിൽ ലഭ്യമാണ്. ഡോക്ടർ M ലീലാവതിയുടേത് ഏറ്റവും പുതിയത് പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എത്ര ഉപാധികളുണ്ട് വാൽമീകി രാമായണത്തെ അടുത്തറിയാൻ. രാമായണത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മുന്നിൽ അത്തരം ഉപാധികളെല്ലാം ഉണ്ട്. വള്ളത്തോളിൻ്റെ തോണിയാത്ര എന്നൊരു കവിതയുണ്ടല്ലോ. തോണിയാത്ര എന്ന കവിതയിൽ കവി തോണിയിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ തോണിക്കാരൻ സന്ധ്യയായി, അദ്ദേഹം ഇരുട്ട് വരുന്നു, അവിടെ വിളക്ക് കൊളുത്തി വെച്ചിട്ട് അതൊരു കർക്കിടക മാസത്തിലാവണം. അപ്പോൾ വിളക്ക് കൊളുത്തി വെച്ചിട്ട് ആ തോണിക്കാരൻ വന്ന് കവിയോട് ചോദിക്കുന്നു, ഞാനൊരല്പം രാമായണം വായിച്ചോട്ടെ എന്ന്. അപ്പോൾ കവി പറയുന്നു, ഞാനൊരു കവിയായതുകൊണ്ടും എനിക്കെന്തോ വൈശിഷ്ട്യമുണ്ടെന്ന് അയാൾ വിചാരിക്കുന്നത് കൊണ്ടുമല്ലേ ഇയാൾ അങ്ങനെ ചോദിച്ചത്, ഒരു സാധാരണ തോണിക്കാരൻ. എന്നിട്ട് അയാൾ രാമായണം വായിക്കുന്നു. രാമായണം വായിക്കുമ്പോൾ അതിന് അക്ഷരവ്യക്തതയില്ല, അതിന് ശ്രുതി സുഭഗതയില്ല, അങ്ങനെയാണത് വായിക്കുന്നത്. പക്ഷേ വള്ളത്തോൾ പറയുന്നു, കാവ്യം സുഗേയം കഥ രാഘവീയം, കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ, ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ, ആനന്ദലബ്ധിക്കിനി എന്തു വേണം എന്ന്. ആനന്ദലബ്ധിയിൽ മലയാളികൾ ആറാടി തുഞ്ചത്താചാര്യൻ്റെ രാമായണം വായിച്ചിട്ട്. തുഞ്ചത്താചാര്യൻ്റെ രാമായണം മലയാളികളെ അങ്ങനെ ആനന്ദസാഗരത്തിൽ ആറാടിച്ചു. നമ്മളുടെ കാവ്യബോധത്തെ നവീകരിച്ചു, നമ്മളുടെ ജീവിതത്തെ നവീകരിച്ചു. എഴുത്തച്ഛൻ്റെ രാമായണത്തിലെ കഥാപാത്രങ്ങൾ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ഏറ്റവും മലിനമായ ജീവിതത്തിൽ നിന്ന് ഏറ്റവും വിമലമായ ജീവിതത്തിലേക്ക് സഞ്ചരിക്കണമെന്നാണ്. എഴുത്തച്ഛൻ്റെ കൃതിയുടെ ആദ്യം മുതൽ അവസാനം വരെ എഴുത്തച്ഛൻ അതുതന്നെ പറയാൻ ശ്രമിച്ചു. എഴുത്തച്ഛൻ്റെ രാമായണമാണ് പിൽക്കാലത്ത് വന്ന അനേകം നമ്മളുടെ കാവ്യരചനകൾക്ക് പ്രചോദനമായി തീർന്നത്. എഴുത്തച്ഛൻ മലയാളത്തിലെ ഭാഷയ്ക്ക് ലിപി ഉണ്ടാക്കി എന്ന് പറയുന്നത് സത്യമായാലും അസത്യമായാലും അതിനുശേഷം അദ്ദേഹം ഈ ഭാഷയ്ക്കൊരു കണക്കുണ്ടാക്കി കൊടുത്തു. എഴുത്തച്ഛൻ്റെ കേകയും എഴുത്തച്ഛൻ്റെ കാകളിയും എഴുത്തച്ഛൻ്റെ മഞ്ചരിയും ഒക്കെയാണ് നമ്മളുടെ കാവ്യത്തെ പിൽക്കാലത്ത് നമ്മളുടെ കാവ്യങ്ങളെ സുഗേയമാക്കി തീർത്തത്, അത് നമുക്ക് സുഗമ്യമാക്കി തീർത്തത്, നമ്മളിലേക്ക് അമൃതധാരയായി പ്രവേശിച്ചത്. എഴുത്തച്ഛൻ്റെ രാമായണം അതിൻ്റെ പദസന്നിവേശം കൊണ്ട്, അതിൻ്റെ പദങ്ങളുടെ കൃത്യമായ നിർണയം കൊണ്ട് ശ്രദ്ധ ആകർഷിക്കുന്നു. നമ്മൾ എഴുത്തച്ഛൻ്റെ രാമായണം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ, അതിനെ സംഗീതാത്മകമായി വായിച്ചിങ്ങനെ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥത്തിലേക്ക് കൂടി പ്രവേശിക്കാൻ തയ്യാറാവണം. ഇപ്പോൾ ധാരാളം എഴുത്തച്ഛൻ്റെ രാമായണ പുസ്തകങ്ങൾ, അതിനകത്ത് അർത്ഥം കൂടിയുള്ള പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാണ്. നമ്മൾ ആ അർത്ഥത്തിലേക്ക് കൂടി പ്രവേശിക്കണം. അതിൻ്റെ അർത്ഥത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് നമ്മൾ വിചാരിച്ചതുപോലെ ഒരു ഗ്രന്ഥമല്ല എന്ന്. അതുവരെ നമ്മളുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന ആധ്യാത്മിക തത്വങ്ങളുടെ അദ്വൈത ബോധത്തിൻ്റെ മഹാദർശനത്തെ എഴുത്തച്ഛൻ അതിലടക്കം ചെയ്തു. എഴുത്തച്ഛനിലേക്ക് അദ്വൈത ബോധം പ്രവേശിക്കാനുള്ള കാരണം എഴുത്തച്ഛൻ ഈ കലഹം കണ്ടു മടുത്തതുകൊണ്ടാണ്, മനുഷ്യരുടെ വിഭിന്നതകൾ കണ്ടു മടുത്തതുകൊണ്ടാണ്, മനുഷ്യരിൽ അവനവൻ്റെ ആസക്തി കൊണ്ട് മനുഷ്യൻ അങ്ങേയറ്റം മലിനമായ ഹൃദയമുള്ളവരായി തീരുന്നത് കണ്ടു മടുത്തതുകൊണ്ടാണ് എഴുത്തച്ഛൻ അദ്വൈതത്തിലേക്ക് പ്രവേശിക്കുന്നത്. എഴുത്തച്ഛൻ്റെ അദ്വൈതം എന്നത് മലയാളികളുടെ അദ്വൈത പാഠാവലിയാണ്.
നമ്മൾ സംസ്കൃതത്തിൽ നമ്മൾ ശങ്കരാചാര്യരുടെ അദ്വൈതം അല്ലെങ്കിൽ വേദങ്ങളിലും ഉപനിഷത്തുകളിലും പറഞ്ഞിട്ടുള്ള അദ്വൈത ദർശനം അതെല്ലാം മലയാളി മനസ്സിലാക്കുന്നത് എഴുത്തച്ഛനിലൂടെയാണ്. എഴുത്തച്ഛൻ്റെ ദർശനത്തിൻ്റെ കാതൽ അദ്വൈതമാണല്ലോ. രാമായണത്തിലൂടെ എഴുത്തച്ഛൻ ആ അദ്വൈതത്തിൻ്റെ കാതൽ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിലെ വിവിധ ഉപദേശങ്ങൾ, ശ്രീരാമൻ്റെ ഉപദേശം, ലക്ഷ്മണനെ ഉപദേശിക്കുന്നത്, അതിൽ പരസ്പരം മുനിമാർ ഉപദേശിക്കുന്നത്, ശ്രീരാമനുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ആ സ്ഥലത്തെല്ലാം എഴുത്തച്ഛൻ ഈ ആത്മാവിൻ്റെ പരമമായ അവസ്ഥയെക്കുറിച്ച് പറയാൻ ശ്രമിച്ചു. അത്തരമൊരു അദ്വൈത ബോധം എഴുത്തച്ഛൻ നമ്മളിലേക്ക് പകരാൻ ശ്രമിച്ചു. അതാണ് എഴുത്തച്ഛൻ്റെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന്. ഈ അദ്വൈത ബോധത്തിന്മേൽ കാലുറപ്പിച്ചു നിന്നിട്ടാണ് കേരളം പിന്നീട് അതിൻ്റെ സാംസ്കാരികമായ അടിത്തറ ഉണ്ടാക്കുന്നത്. അതിന് പിന്നീട് ധാരാളം പരിവർത്തനങ്ങളൊക്കെ വരികയുണ്ടായി. ആ അദ്വൈത ബോധത്തിന്, എഴുത്തച്ഛൻ്റെ അദ്വൈത ബോധത്തിന് പിൽക്കാലത്ത് നിരവധി വ്യാഖ്യാനങ്ങളുണ്ടായി. എഴുത്തച്ഛൻ്റേതല്ലാത്ത തരത്തിലുള്ള അദ്വൈത പ്രചാരണങ്ങൾ മലയാളത്തിലുണ്ടായി. അത്തരം ആചാര്യന്മാരുണ്ടായി. ഇപ്പം ശ്രീനാരായണ ഗുരുദേവൻ തന്നെ അദ്വൈതത്തിൻ്റെ വലിയ പ്രകീർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം അടിസ്ഥാനമായി എഴുത്തച്ഛൻ സൃഷ്ടിച്ചു വെച്ച ഈ ഒരു ആധാരമുണ്ട് നമ്മളുടെ മുമ്പിൽ. അതിന് അധ്യാത്മരാമായണത്തെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അധ്യാത്മരാമായണത്തിലൂടെ രാമൻ്റെ കഥ പറയുമ്പോൾ അദ്ദേഹം ആത്മാവിൻ്റെ അനൽപമായ ലയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ആത്മാവിൻ്റെ അനൽപമായ ലയം, അത് ലയിച്ചൊന്നാകൽ, ഏതോ ഒരു പരമസാക്ഷാത്കാരം നേടൽ, അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ബോധമുള്ളവർക്കും നിരീശ്വരന്മാർക്കും ഈശ്വര ബോധമുള്ളവർക്കും എല്ലാവർക്കും ആലോചിച്ച് നോക്കാവുന്നൊരു കാര്യമാണ്. എഴുത്തച്ഛൻ ആ അദ്വൈത ബോധത്തെ നമ്മളുടെ മുമ്പിൽ അങ്ങനെ അവതരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ, നമ്മളുടെ കേരളത്തിൻ്റെ സാംസ്കാരികാവസ്ഥ മറ്റൊന്നായി പോയേനെ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. രാമായണത്തിലുടനീളം ചെറിയ ചെറിയ വാചകങ്ങൾ നമ്മൾ പറയാൻ ഉപയോഗിക്കുന്നത് ഉൾപ്പെടെ, നമ്മൾ ലക്ഷ്മണോപദേശമൊക്കെ പാഠപുസ്തകത്തിൽ വന്നതോടുകൂടി നമുക്ക് വളരെ നന്നായിട്ടറിയാം. നമ്മളിങ്ങനെ ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് നദിയിൽ തടിക്കഷ്ണം ഒഴുകുന്നത് പോലെയും വഴിയമ്പലത്തിൽ ആൾ വന്നു കൂടുന്നത് പോലെയും ഒക്കെയാണ് നമ്മളുടെ ഈ ജീവിതം. ഇത് ക്ഷണഭങ്കുരമാണ്, മോഹങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സും ഓർക്ക നീ എന്നൊക്കെ എഴുത്തച്ഛൻ പറയുന്ന തരത്തിലുള്ള ആധ്യാത്മിക ദർശനത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് ഈ അദ്വൈത ബോധമാണ്. എഴുത്തച്ഛൻ ആർജിച്ചെടുത്ത അദ്വൈത ബോധത്തെ അദ്ദേഹം അതിനെ സ്വാംശീകരിച്ച് ഏറ്റവും സമുന്നതമാക്കി, അതിനെ ഇങ്ങനെ നമ്മളുടെ മുമ്പിൽ അമൃതപ്രായമാക്കി നമുക്ക് നൽകുകയാണ് ചെയ്തത്. രാമായണം നമ്മൾ ആസ്വദിക്കുമ്പോൾ, രാമായണം നമ്മൾ വായിക്കുമ്പോൾ, രാമായണത്തെ ആരാധനയോടുകൂടി നമ്മൾ പ്രണമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എഴുത്തച്ഛൻ സൃഷ്ടിച്ച ഈ അദ്വൈത ബോധമാണ് പിൽക്കാലത്ത് എല്ലാ സമത്വ ദർശനങ്ങളെയും സ്വീകരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയതെന്ന്. രാമായണത്തെക്കുറിച്ച് നമ്മൾ നിത്യം സംസാരിച്ചു പോകുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഈ ഇതിഹാസ കവികൾ എന്ന് നമ്മൾ വിളിക്കുന്ന വ്യാസനും വാൽമീകിയും എല്ലാ സമയത്തും നമ്മളുടെ മുമ്പിൽ അവർ തമ്മിലുള്ള ഒരു താരതമ്യം നിലവിലുണ്ട് ഇന്ത്യയിൽ. നമ്മൾ രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മഹാഭാരതത്തെ ഓർക്കും, മഹാഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ രാമായണത്തെ ഓർക്കും. ഈ രണ്ട് കവികളും ജീവിതത്തെ എങ്ങനെ സമീപിച്ചു എന്നുള്ളത് ഇന്ത്യയിലെ എല്ലാ ദാർശനികന്മാർക്കും എല്ലാ സാധാരണക്കാർക്കും ഒരുപോലെ ചിന്തിക്കുന്നവർക്ക് വലിയൊരു പ്രശ്നമായി തീർന്നിട്ടുണ്ട്. അവരുടെ വലിയ ആലോചനയ്ക്ക് അത് വിഷയമായിട്ടുണ്ട്. മഹാഭാരതത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊരു ബൃഹത്തായിട്ടുള്ള ഇതിഹാസമാണ്. അതിൽ ഒരു പ്രധാന കഥയെ ചുറ്റി നിരവധി കഥകൾ ഉണ്ടാകുന്നു. അതിലെ ഓരോ കഥാപാത്രവും തൻ്റെ വാദഗതികൾ സമർത്ഥിക്കാൻ വേണ്ടി പുതിയ പുതിയ കഥകൾ പറയുന്നു. അങ്ങനെ ഉപോൽപ്പന്നം എന്ന നിലയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള നിരവധി കഥകൾ ലോകത്ത് വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ശാകുന്തളം, നളചരിതം, ഇതൊക്കെ അതിലെ ഉദാഹരണ കഥകളാണ്. പ്രധാന കഥയ്ക്ക് അനുപൂരകമായി വരുന്ന കഥകളാണ്. പക്ഷെ ആ കഥ പറയുന്ന വ്യാസൻ ഈ കഥയിൽ എവിടെയും തൻ്റെ വൈകാരികാംശം കലർത്തുന്നില്ല എന്ന വലിയ പരമാർത്ഥം അതിൽ നിലനിൽക്കുന്നു. അദ്ദേഹം ഏതാണ്ടൊരു നിസ്സംഗതയോടുകൂടി മാറി നിൽക്കുന്ന എഴുത്തുകാരനാണ്. അതിലേക്ക് അദ്ദേഹം വൈകാരികാംശത്തെ കലർത്തുന്നതേയില്ല. പാണ്ഡവരുടെ ദുഃഖം പറയുമ്പോൾ, കൗരവരുടെ സന്ദിഗ്ധത പറയുമ്പോൾ,
ഭീഷ്മരെ പോലെ ഒരു മഹാരഥന്റെ വലിയ ജീവിത സങ്കീർണത പറയുമ്പോഴൊന്നും അതിൽ വൈകാരികത കലരുന്നില്ല, പകരം മാറി നിന്നാണ് ആ കഥ പറയുന്നത്. വാൽമീകിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വ്യത്യാസം, വാൽമീകി വൈകാരികമായിട്ടാണ് രാമകഥ പറഞ്ഞത് എന്നതാണ്. വൈകാരികമായിട്ടാണ് പറഞ്ഞത്. വ്യാസനെ സംബന്ധിച്ചിടത്തോളം ധർമ്മം അത് നിഹിതമാണ് ഗുഹയിൽ എന്നാണ് പറഞ്ഞത്. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം. ധർമ്മത്തിന്റെ തത്വം ഗുഹയിൽ ഒളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ സങ്കീർണതയിൽ അദ്ദേഹത്തിന് എല്ലായ്പ്പോഴും ആശങ്കയുണ്ടായിരുന്നു. എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം എന്ന് എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസ്താവന നടത്തിയില്ല. പക്ഷേ വാൽമീകിയെ സംബന്ധിച്ചിടത്തോളം രാമനെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രാരംഭം മുതൽ അദ്ദേഹത്തിന് രാമനെ അവതരിപ്പിക്കുന്നതിൽ വലിയ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൻ്റെ വൈകാരികത രാമായണത്തിൽ ഉടനീളം വ്യാപിച്ചിട്ടുണ്ട്. ആ വൈകാരികതയാണ് എഴുത്തച്ഛൻ അരിച്ചെടുത്ത് സൂക്ഷിച്ചത്. അതിൽ ആ വൈകാരികതയെ അതേപടി സ്വീകരിക്കുകയല്ല എഴുത്തച്ഛൻ ചെയ്തത്. എഴുത്തച്ഛൻ ആ വൈകാരികതയുടെ ഒരു സാരാംശം സ്വീകരിച്ച് അതിലേക്ക് എഴുത്തച്ഛൻ ആവശ്യമുള്ള ഭക്തി കലർത്തുകയാണ് ചെയ്തത്. വാൽമീകി രാമായണത്തിൽ രാമനെ അവതരിപ്പിച്ചതിൻ്റെ ഏറ്റവും വലിയ സത്യം ഇന്ത്യയിൽ തിരിച്ചറിഞ്ഞത് ആര് എന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണെന്ന് നമുക്ക് പറയാം. രാമജീവിതത്തെ ആസ്പദമാക്കി അദ്ദേഹം രാമരാജ്യം എന്ന വലിയ ഒരു സങ്കല്പം ഉണ്ടാക്കിയെടുത്തു. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആദർശമായിരുന്നു. ആ ആദർശത്തിന് അനുഗുണമായി വാൽമീകി എന്താണ് സൃഷ്ടിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം. അതിൻ്റെ വൈകാരികാവസ്ഥ എന്താണ്? രാമൻ്റെ ജീവിതത്തിൽ രാമൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളോടൊപ്പവും അതോട് ചേർന്ന് വരുന്ന എല്ലാ കഥാപാത്രങ്ങളോടൊപ്പവും വാൽമീകി വികാരപരവശനാവുന്നുണ്ട്. അഭിഷേക വിഘ്നം വരുമ്പോൾ രാമൻ്റെ സങ്കടത്തിൽ വാൽമീകി പങ്കുചേരുന്നുണ്ട്. ദശരഥൻ അഭിഷേക വിഘ്നത്തിന് തൊട്ടു മുമ്പ് കൈകേയിക്ക് കീഴടങ്ങുന്ന സന്ദർഭത്തിലും വാൽമീകി ആ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ട്. അത് കഴിഞ്ഞ് രാമൻ വനവാസത്തിന് പോകുമ്പോൾ ജനങ്ങളുടെ ദുഃഖത്തിൽ അവിടെ ചെല്ലുന്ന ഭരതന്റെ രാമായണത്തിലെ ഏറ്റവും പ്രകീർത്തിതമായ ഏറ്റവും ആദർശവൽകൃതമായിട്ടുള്ള മാനസികാവസ്ഥയിൽ അതിൻ്റെ വേപധുവിലൊക്കെ വാൽമീകി അതിനോടൊപ്പം ചേരുന്നത് നമുക്ക് കാണാം. അത് അവസാനം വരെ അത് ചേരുന്നുണ്ട്. യുദ്ധകാണ്ഡത്തിൽ രാമായണം അവസാനിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർക്കും അതല്ല, ഉത്തര രാമായണം കൂടി ചേർന്ന് മനുഷ്യ മഹാഗാഥയായിട്ട് അത് സമാപിക്കുന്നത് എന്ന് വിചാരിക്കുന്നവർക്കും ഈ വാൽമീകിയുടെ വൈകാരികത മനസ്സിലാക്കാൻ കഴിയും. ആദ്യന്തം. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കടത്തി പറഞ്ഞാൽ വാൽമീകി വലിയൊരു റൊമാൻറ്റിക് ആയിരുന്നു എന്ന് പറയാൻ സാധ്യതയുണ്ട്. റൊമാൻറ്റിസിസം എന്ന് പറയുന്ന വാക്കൊക്കെ വാൽമീകി രാമായണം എഴുതി എത്രയോ കാലത്തിന് ശേഷമാണ് പ്രചാരത്തിലെത്തിയത്. അങ്ങനെ ഒരു മനുഷ്യർക്ക്, കവികൾക്ക് പൊതുവെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാമെന്ന് ചില സൈദ്ധാന്തികർ കണ്ടെത്തിയത്, അതിനെപ്പറ്റി വോളിയം കണക്കിന് പുസ്തകങ്ങളൊക്കെ എഴുതിയതൊക്കെ അതിന് ശേഷമാണ്. പക്ഷേ ഈ വൈകാരികതയെ അടിസ്ഥാനമാക്കി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും പറയാൻ കഴിയും. അതാണ് വാൽമീകിയുടെ വലിയ മഹത്വം. ഈ എഴുത്തിലെ അസാമാന്യമായ സിദ്ധി, വൈകാരികാവസ്ഥയെ നമ്മളുടെ ജീവിതാവസ്ഥയോട് ചേർത്ത് ഒരു വലിയ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ആ കഥാപാത്രത്തിൻ്റെ ഉയർച്ച, അതിൻ്റെ നിലനിൽപ്പ്, വേണമെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ നീചാവസ്ഥ, അതിൻ്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥ, ഇത് വർണ്ണിക്കുമ്പോൾ വാൽമീകി ആ വൈകാരികത കൊണ്ടാണ് ഭാരതീയരുടെ ഹൃദയം കീഴടക്കിയത്. അതുകൊണ്ട് തന്നെയാണ് വാൽമീകി രാമായണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തീർന്നത്. മഹാഭാരതം അത്രയും പ്രിയപ്പെട്ടതായിരിക്കെ നമ്മൾ മഹാഭാരതത്തെ എല്ലാ സമയത്തും നമ്മളുടെ കൂടെ കൊണ്ടു നടക്കാൻ തയ്യാറാവാതിരിക്കുകയും വാൽമീകി രാമായണത്തെ അഥവാ രാമായണത്തിൻ്റെ അനേകം പാഠഭേദങ്ങളെ നമ്മൾ കൂടെ കൊണ്ടു നടക്കാൻ തയ്യാറാവുകയും ചെയ്തത് ഈ വൈകാരികത, സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലെ വൈകാരികതയെ ഈ അതീത ജീവിതങ്ങളിലേക്ക് സംക്രമിപ്പിക്കുകയും അതിലെ രാക്ഷസനായാലും വാനരനായാലും മനുഷ്യനായാലും അതിലേക്ക് കടന്നു വരുന്ന ദേവന്മാരായാലും ഋഷിവര്യന്മാരായാലും എല്ലാവരിലേക്കും ഇത് സംക്രമിപ്പിക്കുകയും ചെയ്യാൻ വാൽമീകിക്ക് കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ക്ലാസിക് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് വാൽമീകി ലോകത്തിലെ ഏറ്റവും മികച്ച കവിയായി ഇന്നും നിലനിൽക്കുന്നത്. നമ്മളുടെ മുമ്പിൽ എത്ര കവികൾ കടന്നുപോയിട്ടും നമ്മൾ വാൽമീകി കോകിലം എന്ന് വിളിച്ച് ആദരിക്കുന്നത് അതുകൊണ്ടാണ്. വലിയ ദിവ്യ ഗുരു എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹം വ്യാസനെ പോലെ തന്നെ വിശ്വഗുരുവായി അവതരിപ്പിക്കപ്പെടുന്നതും അതുകൊണ്ടാണ്. നമ്മൾ എഴുത്തച്ഛൻ്റെ ആത്മീയതയെക്കുറിച്ച് കേരളത്തിലൊട്ടാകെ മലയാളി ഉള്ളിടത്തോളം കാലം നമ്മൾ സംസാരിച്ചിട്ടുമുണ്ട്. എഴുത്തച്ഛൻ്റെ ആത്മീയതയിൽ അന്തർലീനമായിരിക്കുന്ന ഭക്തിയുടെ അവസ്ഥ,
എഴുത്തച്ഛൻ ഈ നാരദഭക്തി സൂത്രത്തിൽ പറയും സാ തസ്മിൻ പരമപ്രേമരൂപായ. നമ്മൾ ആ പരമപ്രേമരൂപവുമായി നമ്മൾ ഐക്യത്തിലാവുന്നു. ആ പരമപ്രേമരൂപത്തിൽ നമ്മൾ ലയിക്കുന്നു. നമ്മൾ എന്തിലേക്കാണോ നമ്മളുടെ ചിന്ത ചെല്ലുന്നത്, ആ ചിന്ത ചെല്ലുന്നതിൽ മനസ്സുറപ്പിക്കുന്നു. ആ മനസ്സുറപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ ലയിക്കുകയാണ് ചെയ്യുക. അതിനിപ്പോൾ നിങ്ങൾ പണ്ഡിതനാണോ പാമരനാണോ എന്ന വ്യത്യാസമില്ല എന്ന് ഭാരതീയരായിട്ടുള്ള ഭക്തിപ്രസ്ഥാനത്തിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകൾ പറയും. നമ്മളെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഉള്ളൂരിൻ്റെ കവിത ഉണ്ടല്ലോ, ഭക്തിദീപിക എന്ന കവിത. ഭക്തിദീപിക എന്ന കവിതയിൽ ശങ്കരാചാര്യ ശിഷ്യനായ സനന്ദനൻ വനത്തിൽ ധ്യാനിക്കാൻ ചെന്നിരിക്കുമ്പോൾ ആ നാട്ടിലെ ചാത്തൻ എന്ന് പറയുന്ന അയാൾക്ക് അക്ഷരാഭ്യാസമില്ല, വനത്തിൽ ജീവിക്കുന്ന ആളാണ്. അയാൾ ചെന്നിട്ട് അങ്ങ് എന്തിനാണ് ദിവസവും ഇങ്ങനെ വന്നിട്ട് നീ പൂജ ചെയ്ത് ധ്യാനിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാളെ ഒഴിവാക്കി വിടാൻ വേണ്ടിയിട്ടാണ് സനന്ദനൻ അദ്ദേഹത്തോട് പറയുന്നത്, ഞാനൊരു ജന്തുവിനെ അന്വേഷിച്ചാണ് ഈ കാട്ടിൽ വന്നത്. അപ്പോൾ അയാൾ പറയുന്നത് എനിക്കറിഞ്ഞുകൂടാത്ത ജന്തുക്കളൊന്നും ഈ വനത്തിലില്ല എന്നാണ്. അപ്പോൾ ഇയാൾ പറയുന്നു, സനന്ദനൻ പറയുന്നു, അതല്ല, നിനക്കറിഞ്ഞുകൂടാത്തൊരു ജന്തുവാണ്, എന്തായാലും എന്നോട് പറയൂ എന്ന് പറയുമ്പോഴാണ് പറയുന്നത്, ഈ ജന്തുവിന് സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമാണുള്ളത്, ഞാൻ അതിനെ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നു, അങ്ങനൊരു ജന്തു ഈ കാട്ടിലുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അങ്ങേക്ക് കൊണ്ടുതരാം എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത്. പിന്നെ അയാളുടെ ചിന്ത മുഴുവൻ ഇത് മാത്രമാകുന്നു. അയാളുടെ ചിന്ത ഇത് മാത്രമായിട്ട് ഉള്ളൂർ അതിന് പറയുന്ന വാക്ക് കോളരി തലച്ചന്തു എന്നാണ്. കോളരി എന്ന് പറഞ്ഞാൽ സിംഹം, സിംഹത്തിൻ്റെ തലയുള്ള ജന്തു. ഈ കോളരി തലച്ചന്തുവിനെ അന്വേഷിച്ച് ഇയാൾ നടക്കുകയാണ്. അവസാനം ഇയാൾക്ക് പോയിട്ട് ഇത് മാത്രം ഇയാളുടെ ചിന്തയിലായിട്ട് ഇയാൾ കാണുന്നതിലൊക്കെ ഈ സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള ജീവിയെ കണ്ടു തുടങ്ങും. അങ്ങനെ അയാൾ കണ്ട് അയാളുടെ ഉള്ളിലേക്ക് അത് പ്രവേശിച്ചിട്ട് ഈ നരസിംഹത്തിന് അവിടെ ഇരിക്കപ്പുറതി ഇല്ലാതിരുന്നിട്ട് ഇയാളുടെ ഭക്തിയുടെ ചൂടുകൊണ്ട് നേരിട്ട് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇയാളൊരു കാട്ടുവള്ളി കൊണ്ട് കെട്ടി വലിച്ചാണ് സനന്ദനന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി കൊടുത്തിട്ട് ഇതാ അങ്ങ് ഈ അന്വേഷിച്ച് നടന്ന ജന്തു ഇതല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതാണ് ശരിക്കും സാക്ഷാൽ ഭക്തിയുടെ സ്വരൂപം എന്ന് എഴുത്തച്ഛൻ വിശ്വസിച്ചു. ആ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് രാമായണം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ എഴുത്തച്ഛൻ്റെ അടിസ്ഥാനപരമായ ഭക്തി രാമൻ എന്ന ധർമ്മത്തിൻ്റെ വിഗ്രഹത്തെക്കുറിച്ചാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് നമ്മൾ പറയുമല്ലോ. രാമൻ എന്ന ധർമ്മത്തിൻ്റെ വിഗ്രഹത്തെ എങ്ങനെ കേരളീയരുടെ മുമ്പിൽ അവതരിപ്പിക്കാം എന്നാണ് അദ്ദേഹം ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ വാൽമീകി രാമായണത്തിലെ രാമനെ സൃഷ്ടിച്ചതിൻ്റെ സങ്കീർണതകളൊന്നും, അത്തരത്തിലെ സ്വഭാവ സങ്കീർണതകൾ, ഭാവസങ്കീർണതകൾ, ആവിഷ്കാരത്തിലെ സങ്കീർണതകളൊന്നും എഴുത്തച്ഛനെ ബാധിച്ചില്ല. എഴുത്തച്ഛനെ സംബന്ധിച്ച് അതല്ല. അതുകൊണ്ടാണല്ലോ വാൽമീകി രാമായണത്തെക്കുറിച്ച് പരിചയം ഉണ്ടായിട്ടും ഭക്തിക്ക് ഊന്നൽ കൊടുക്കുന്ന അധ്യാത്മരാമായണത്തെ അദ്ദേഹം ആഖ്യാനത്തിന് തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണല്ലോ. ഇന്ത്യയിലൊട്ടാകെ കവികൾ അവരുടെ ധർമ്മം എന്ന നിലയിൽ, അവരുടെ കാവ്യ പരിശ്രമത്തിൻ്റെ ഉരകല്ലെന്ന നിലയിൽ അവർ രാമായണത്തെ പുനരാഖ്യാനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. രാമായണത്തെയും മഹാഭാരതത്തെയും പുനരാഖ്യാനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അവരുടെ കാവ്യരചനയുടെ ഉരകല്ലെന്ന നിലയിലും അവരുടെ മഹാധർമ്മം എന്ന നിലയിലുമാണ് അത് ചെയ്തത്. എഴുത്തച്ഛൻ ആ ധർമ്മമാണ് കേരളത്തിൽ നിർവഹിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ കേരളീയരെ ഭക്തിപരവശരാക്കുന്ന കാര്യത്തിൽ എഴുത്തച്ഛൻ വിജയിച്ചു. ഇതിപ്പോൾ അമ്പലപ്പുഴ രാജാവിൻ്റെ നിർദ്ദേശം അനുസരിച്ചായാലും അതല്ലാതെ ജനങ്ങൾ സ്വമേധയാ തെരഞ്ഞെടുത്ത പശ്ചാത്തലത്തിലായാലും കർക്കടകം എന്ന ഒരു മാസം മുഴുവൻ ഈ കൃതിയെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മനസ്സിരുത്തി വായിക്കാൻ കേരളീയർ തയ്യാറായി എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു പ്രതിഫലനമാണ്. അതുകൊണ്ട് എഴുത്തച്ഛൻ ആഗ്രഹിച്ചത് സംഭവിച്ചു എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. കേരളീയർ മുഴുവൻ ഭക്തിപരവശരായോ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടായില്ലായിരിക്കും. രാമായണം വായിക്കുന്നവരെല്ലാവരും രാമൻ്റെ ധർമ്മം മനസ്സിലാക്കി ആ തരത്തിൽ അതിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കും. പക്ഷേ നമ്മൾ ഈ ആവർത്തിക്കുന്നതിലൂടെ, എഴുത്തച്ഛൻ്റെ നാമജപങ്ങൾ ആവർത്തിക്കുന്നത് പോലെ സ്തുതികളിൽ പര്യായങ്ങളായി ഈ രാമനെ സംബന്ധിക്കുന്ന പര്യായങ്ങളായി ആവർത്തിക്കപ്പെടുന്നതിൻ്റെ അർത്ഥഗരിമ ആലോചിച്ചു നോക്കിയാൽ, അതിൻ്റെ അർത്ഥത്തിൻ്റെ ആഴം ആലോചിച്ചു നോക്കിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എഴുത്തച്ഛൻ്റെ ഈ രാമായണം എന്നത് ഭക്തിയെ നമ്മളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന മഹാഗ്രന്ഥമായി തീർന്നു. രാമൻ ശരിക്കും എഴുത്തച്ഛൻ്റെ രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹം മാത്രമല്ല. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് വാൽമീകി രാമായണത്തിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ രാമനെ അങ്ങനെ വിശേഷിപ്പിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നിരവധി രാഷ്ട്രതന്ത്രം ഉൾപ്പെടെയുള്ള അനേകം കാര്യങ്ങളിൽ രാമൻ പുലർത്തിപ്പോന്ന നിഷ്ഠയുടെ അംശം കൂടി കലർന്നിട്ടുണ്ട്. എഴുത്തച്ഛനെ സംബന്ധിച്ച് രാമൻ വളരെ പരാപരനായിട്ടുള്ള ആളാണ്. നമ്മുടെ ഭക്തി അഭിഗമ്യനാണ്. ഭക്തന്മാർക്ക് അങ്ങേയറ്റം എത്തിച്ചേരാൻ കഴിയുന്ന പരാപരനായിട്ടുള്ള പരമ്പൊരുളിൻ്റെ പ്രതീകമായിട്ടുള്ള ബ്രഹ്മസ്വരൂപമാണ് രാമൻ എഴുത്തച്ഛനെ സംബന്ധിച്ചിടത്തോളം.
ആ ബ്രഹ്മസ്വരൂപത്തെയാണ് എഴുത്തച്ഛൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. നിങ്ങൾ രാമായണം വായിക്കുന്നതിലൂടെ, നിങ്ങൾ അധ്യാത്മരാമായണം എഴുത്തച്ഛൻ്റെ രാമായണത്തിലൂടെ പ്രവേശിക്കുന്നതിലൂടെ നിങ്ങൾ ഈ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്കുള്ള നിങ്ങളുടെ ഒരു ചുവട് നിങ്ങൾ വയ്ക്കുന്നു എന്നാണ് എഴുത്തച്ഛൻ നമ്മളോട് പറഞ്ഞത്. ഇത് നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതിനെ നമ്മൾ നമ്മളുടെ ഭൗതിക ബോധം ഉപയോഗിച്ച്, നമ്മളുടെ കയ്യിലുള്ള പ്രത്യയശാസ്ത്ര ബോധം ഉപയോഗിച്ച്, നമ്മളുടെ കയ്യിലുള്ള യുക്തിചിന്ത ഉപയോഗിച്ച് നമ്മൾ ഇതിനെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എഴുത്തച്ഛൻ മുന്നോട്ട് വെച്ച ഈ ലക്ഷ്യം അവിടെ തന്നെ നിലനിൽക്കും. അതിലേക്ക് നമ്മൾ എത്ര സഞ്ചരിച്ചു എന്നത് നമ്മുടെ ബാധ്യതയാണ്, എഴുത്തച്ഛൻ്റെ ബാധ്യതയല്ല. ഒരു കൃതി എഴുതി നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആളിൻ്റെ ബാധ്യതയല്ല ആ കൃതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് പ്രവേശിച്ചോ എന്നത്. അയാളെ സംബന്ധിച്ച് അയാളുടെ ഉള്ളിൽ നിന്ന്, ഏറ്റവും ഉള്ളിൽ നിന്ന്, അയാളുടെ സത്തയിൽ നിന്നാണ് അയാൾ അത് അവതരിപ്പിച്ചത്. ആ സത്ത നിങ്ങൾ സ്വീകരിക്കണമോ വേണ്ടയോ എന്നത് നിങ്ങളുടെ കാര്യമാണ്. കേരളീയരെ രാമായണം ഓരോ തവണയും ഓർമ്മിപ്പിക്കുന്നത് ഈ പരമസത്തയിലേക്കുള്ള എഴുത്തച്ഛൻ്റെ യാത്രയുടെ മഹാലക്ഷ്യം ഇതിൽ അന്തർഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ 100-ൽ 1 നേരം ഓർക്കണം എന്നാണ്.